हरे कृष्णा सर्वम कृष्णार्पणमस्तु. പ്രഭുപാദ് की जय, ഗുരു മഹാരാജ് की जय, രാധാ പവനപരേശൻ की जय. ഗുരുവായൂർ മഞ്ജരീസിന്റെ ഹനുമത് ചരിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ.
लक्ष्मण, प्रभु राम और लक्ष्मण बेचैन हो रहे हैं। प्रभु राम और लक्ष्मण बेचैन हो रहे हैं। जो देखे भगत के आंसू, जो देखे भगत के आंसू, तो भगवान रो रहे हैं। प्रभु ने गले लगाया, हनुमान रो रहे हैं। प्रभु ने गले लगाया, हनुमान रो रहे हैं। बिन पानी जैसे मछली वैसी है जानकी जी। बिन पानी जैसे मछली वैसी है जानकी जी। अब प्राण अपने देगी कहती है जानकी जी। अब प्राण अपने देगी कहती है जानकी जी। लंका में माँ के ऊपर, लंका में माँ के ऊपर बड़े जुल्म हो रहे हैं। लंका में माँ के ऊपर बड़े जुल्म हो रहे हैं। जो देखे भगत के आंसू, जो देखे भगत के आंसू, तो भगवान रो रहे हैं। प्रभु ने गले लगाया, हनुमान रो रहे हैं। प्रभु ने गले लगाया, हनुमान रो रहे हैं। प्रभु ने गले लगाया, हनुमान रो रहे हैं। ഹരേ കൃഷ്ണ. ഞാൻ ഇന്നലെ വൈഫൈ കംപ്ലൈൻ്റ് ആയത് കാരണം ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ശരിക്കും നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഞാൻ ക്ലാസ് എടുക്കാമെന്നൊക്കെ കരുതി. ഒരു 7:30 ആയപ്പോൾ തന്നെ ഞാനിങ്ങനെ റെഡിയായി ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന് 8:15 ആയപ്പോഴേക്കും പ്രാർത്ഥിച്ച് ഇരുന്ന് മൊബൈലെടുത്ത് ക്ലാസ് എടുക്കുന്നതിനേക്കാളും മുൻപേ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് നോക്കും, ചാനലിൽ നിന്നൊക്കെ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കും. അപ്പോൾ നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ മലയാളം സീരിയൽ കുടുംബത്തിലെ കൺട്രോളർ ഷാനു ഇസ്മായിൽ സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഷോക്കായിപ്പോയി. എന്താ പറയാന്നറിയില്ല. എനിക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം. ഞാൻ ഷാനുചേട്ടൻ്റെ കൂടെ 3-4 വർക്കൊക്കെ ചെയ്താണ്. ഒറ്റച്ചിലമ്പ്, ആക്ഷൻ സീറോ, ഷിജു, സീത, ഡിസംബറിലെ ആകാശം, അങ്ങനെ 3-4 വർക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതായിരുന്നു. മീൻസ് നമ്മളോട് എങ്ങനെയെന്ന് നോക്കിയാൽ മതിയല്ലോ, അതർവൈസ് എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതൊരു ഷോക്കായിപ്പോയി. എന്തിനാ അത് പുള്ളി അങ്ങനെ ചെയ്തത് എന്നൊരു ചിന്തയായിപ്പോയി. അപ്പം ഗ്രൂപ്പിൽ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് സൂയിസൈഡാണ്. എറണാകുളത്തൊരു ഹോട്ടലിലായിരുന്നു. അവിടെ റൂം എടുത്തിട്ട് റൂം തുറക്കാതെ ആയപ്പം ചെക്ക് ചെയ്തപ്പോഴാണ് ബാത്റൂമിൽ വിഷം കഴിച്ച് കിടക്കുന്നതായിട്ട് കണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഭയങ്കര ഷോക്കായിപ്പോയി. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. കാരണം മരിച്ചവർക്ക് അങ്ങോട്ട് മരിച്ച് പിന്നീടുള്ളത് അവരെന്നെ അനുഭവിച്ച് തീരണം, അത് വേറെ കാര്യം. പക്ഷെ ജീവിച്ചിരിക്കുന്ന നമ്മളിൽ അതുണ്ടാക്കുന്ന ഒരു ആഘാതം അത് വളരെ വലുതാണ്. എന്തിനാണെന്ന് മനസ്സിലാവാത്ത ഒരു ചെറിയ ചേട്ടൻ, കൊച്ചു പയ്യൻ എന്നൊന്നും പറയാൻ പറ്റൂല, എങ്കിലും ഒരു പയ്യൻ നല്ല സ്മാർട്ടായിട്ട് ഓടിച്ചാടി നടന്ന് നമ്മളെ എല്ലാവരെയും, ഞാൻ എപ്പോഴും മെസ്സേജ് ഇടും, ഷൻചേട്ടാ എനിക്ക് രാവിലെ ഉറങ്ങണം. അങ്ങനെയാ ഷൂട്ട് കഴിയുമ്പോൾ മെസ്സേജ് ഇടുക, ഷൻചേട്ടാ എനിക്ക് രാവിലെ ഉറങ്ങണം, ഫസ്റ്റ് സീൻ വെക്കരുതേ ഷൻചേട്ടാ എന്ന് പറയുമ്പോൾ എന്നോട് എടി കുംഭകർണി ഉറങ്ങാൻ നിനക്ക്, നിന്നെ പിന്നെ വിടാം, ഒരു ഉച്ചയാകുമ്പോഴേക്കും വിടാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മെസ്സേജ് ഇടും. എന്നിട്ട് പറയും അതിപ്പോൾ ഇങ്ങനെ ചാനലിൽ വന്നപ്പോൾ ഫസ്റ്റ് സീൻ അത് കുഴപ്പമില്ല. ഈ അടുത്ത് ഞാൻ തമിഴിലേക്ക് പോയപ്പോഴും എനിക്ക് മെസ്സേജ് ഇട്ടു, ഓഹോ ഇപ്പം തമിഴിലാണ്, അപ്പം ഇനിയിപ്പം നമ്മളൊന്നും വിളിച്ചാൽ വരലുണ്ടാവില്ലല്ലേ. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു, ഷാൻചേട്ടനെ പുതിയ വർക്ക് വരുമ്പോൾ വിളിക്കൂ, ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് ഇട്ട് ട്രിവാൻഡ്രം വരുമ്പോൾ വിളിക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ളൊരു എന്താണെന്നറിയില്ല. നമ്മളോട് ഇടപെടുന്നതല്ലേ നമുക്കറിയൂ. അതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ പേഴ്സണൽ ലൈഫിൽ എന്താണ് നടക്കണേന്ന് നമുക്കറിയില്ലല്ലോ.
ചേച്ചി ഭയങ്കര ഷോക്കായിട്ട് ഓ മൈ ഗോഡ് എന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം എന്നേക്കാൾ ബന്ധമുണ്ട് ചേച്ചിക്ക്. ചേച്ചി, ബീന ചേച്ചി, സീമ ചേച്ചി, ഇവർക്കൊക്കെ, മനോജ് ചേട്ടൻ, രാജ് ചേട്ടൻ, എല്ലാവർക്കും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു കൺട്രോളർ. എന്തിനാണെന്ന് അറിയാത്തൊരു ഷോക്കായിപ്പോയി ഞാൻ കേട്ടപ്പം. അതുകൊണ്ട് ദൈവത്തോർത്ത് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ പറയണു, പ്രശ്നങ്ങൾ ജീവിതത്തിൽ സ്വാഭാവികമാണ്. ഒരു കാപ്പി രൂപിന്തമ്മേ, സ്വാഭാവികമാണ്. ഞാൻ ശരിക്കും എടുക്കാൻ വന്നത് തന്നെ ഞാൻ മറന്നുപോയി. ക്ലാസ് എടുക്കാൻ വന്ന ആ ഒരു എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ. ദൈവത്തോർത്തിട്ട് ആരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത് കേട്ടോ. അതൊന്നിനൊരു പരിഹാരമല്ല. ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുന്നു, ജീവിച്ചിരിക്കുമ്പോൾ തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് നമുക്ക് പ്രശ്നങ്ങൾ തീർക്കണം ജീവിതത്തിൽ. പക്ഷെ ആത്മഹത്യ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരാളും വരരുത്, ഒരിക്കലും വരരുത്. എന്ത് പ്രശ്നം നമുക്ക് തലയ്ക്ക് മേലെ വന്നോട്ടെ, നമ്മൾ രാജ്യദ്രോഹം ഒന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നീടുള്ള പ്രശ്നങ്ങൾ മെല്ലെ മെല്ലെ സോൾവ് ചെയ്തെടുക്കാം. കഴിയുന്നതും നമ്മൾ ഊരാക്കുടുക്കിലേക്ക് ചെന്ന് ചാടാതിരിക്കുക. സപ്പോസ് നമ്മുടെ അവസ്ഥകൾ കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അത് എന്തുമായിക്കോട്ടെ ജീവിതത്തിൽ, അതിൽ നിന്ന് പുറത്തു വരാനുള്ള സൊല്യൂഷൻ ആത്മഹത്യയല്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ അമ്മ, അദ്ദേഹത്തിന്റെ അച്ഛൻ, കുടുംബങ്ങൾ, ഇവരൊക്കെ എത്ര വിഷമിക്കുന്നുണ്ടാവും. അതിലുപരി കൂടെ വർക്ക് ചെയ്ത് ഞങ്ങളൊക്കെ എത്ര ഷോക്കായിട്ടിരിക്കുന്നു, ചിന്തിച്ചു നോക്ക്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആത്മഹത്യയിലേക്ക് പോവരുത്, അതേക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. കാരണം അങ്ങനെയാണ് നമ്മൾ അവരെയൊക്കെ കാണുമ്പോഴത്തേക്കും, ഇപ്പം സിനിമ സീരിയൽ ബന്ധം അതെന്തും ആയിക്കോട്ടെ, അതിൻ്റെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, ഞാൻ നോക്കാറ് എന്നോട് എങ്ങനെ എന്നുള്ളതാണ്. എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള വർക്കുകൾ ഞാൻ ചെയ്യാറുണ്ട്, എനിക്ക് പറ്റാത്ത വർക്കുകൾ ഞാൻ ചെയ്യാറുമില്ല. അപ്പൊ എന്നോട് എങ്ങനെയാണ് ഒരു വ്യക്തി പെരുമാറുന്നതെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അതിൽ ഷാനുചേട്ടനൊക്കെ നല്ലതായിരുന്നു. അതർവൈസ് എനിക്ക് അവരുടെ ബാക്കി കാര്യങ്ങൾ അറിയില്ല. നമ്മളെ കാണുമ്പോഴേക്കും അമ്ലി മോളെ നമസ്കാരം അന്ന് പറയുന്ന ആ ഒരു ബന്ധം, അവരൊക്കെ ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കരുത്. അത് മാക്സിമം മനസ്സിലെല്ലാവരും വെക്കുക. സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ, കുടുംബ പ്രശ്നങ്ങളായിക്കോട്ടെ, ഇഷ്ടമില്ലാത്ത വിവാഹ ബന്ധമാണെങ്കിൽ നിങ്ങൾ ശ്രമിക്കൂ മുന്നോട്ട് പോകാൻ. പറ്റില്ലേ, മാന്യമായി ഡിവോഴ്സ് വാങ്ങിയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കൂ. അല്ലാതെ ഭർത്താവ് അങ്ങനെ ചെയ്തു, ഭാര്യ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആത്മഹത്യയിൽ പോവരുത്. അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതേക്കുറിച്ച് ചിന്തിക്കരുത്. സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായാലും ശരി, നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെയുള്ള ചിന്തയിലേക്ക് പോവരുത്. ഇത് എൻ്റെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, കൈയെടുത്ത് കുമ്പിട്ട് ഞാൻ നിങ്ങളോട് എന്താ പറയുക, അത്രയും ഞാൻ ആത്മാവിൽ തൊട്ടിട്ട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ മഞ്ചരീസിലൊന്നും ഒരാളും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഈ ലൈവ് ലോകം മുഴുവൻ കാണുന്ന എത്ര കോടി ജനങ്ങളുണ്ടെങ്കിൽ അവരുടെ പാദത്തിൽ തൊട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഒരിക്കലും ആ ഒരു 4-5 അക്ഷരത്തെക്കുറിച്ച് ചിന്തിക്കരുത്. അത് വളരെ വളരെ തെറ്റാണ്. മാരീഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഷാനുചേട്ടൻ. ഒന്നാമത് ലൊക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര ക്ലോസ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സമയമൊന്നും ഇല്ലല്ലോ. മോനെയും ചോദിക്കും കാണുമ്പോൾ, സഞ്ജുവിന് എന്ത് പറയുന്നത്, ഞാൻ പറയും കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ പോണു, എന്തായാലും അവൻ പഠിച്ച് വലിയ നിലയ്ക്ക് എത്തട്ടെ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി മാരീഡ് ആണോ എന്ന് എനിക്ക് അത്രയ്ക്ക് അറിഞ്ഞൂടാ. പക്ഷെ 4-5 വർക്ക് ഞാൻ ഷാനുചേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടേ. അതാണ് നമുക്കതൊരു എന്തോ ഒരു മനസ്സങ്ങോട്ട് തകർന്നു പോയി കേട്ട ഉടനെ. ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് വേണം ആ ഗ്രൂപ്പിൽ കയറി തോണ്ടാൻ, സീരിയൽ കുടുംബത്തിൽ കയറി. ഇന്ന് രാത്രി മുഴുവൻ ഇനി അതേ ചർച്ചയായിരിക്കും. മനോജേട്ടനൊക്കെ തളർന്നിരിക്കുകയാണ്, ബീന ചേച്ചിയുടെ ഹസ്ബൻഡ്. മനോജേട്ടനൊക്കെ നല്ല ഭക്തിയാണ്. മനോജേട്ടൻ പറയുന്നുണ്ട്, എത്ര വട്ടം എടുത്തെടുത്ത് പറയുന്നു നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ പാടില്ല പാടില്ല. കാരണം ഞങ്ങൾക്കുള്ള ഒരു സ്പേസ് എന്താണെന്നറിയോ, ഞങ്ങൾക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം കുടുംബത്തിൽ സംസാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ സീരിയൽ ഫാമിലിയിൽ അതിന് തക്കതായ ബന്ധങ്ങളുണ്ട്. ആർട്ടിസ്റ്റുകളാണെങ്കിലും കൺട്രോളേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ഈവൻ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഞങ്ങൾക്ക് അതിനുള്ള ആ ഒരു ബന്ധങ്ങളുണ്ട്. ഞങ്ങൾക്ക് സംസാരിക്കാം, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ഒക്കെ. ബാക്കി ഓവറോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നവരും ചെയ്യുന്നവരും അത് നമ്മളുടെ മൈൻഡിലില്ല. അല്ലാണ്ട് എനിക്കൊക്കെ എന്തെങ്കിലും വിഷമം വരും, ഉടനെ സീമ ചേച്ചി അല്ലെങ്കിൽ ജി ചേച്ചിയൊക്കെ വിളിച്ച്, ചേച്ചി എനിക്കിങ്ങനെ ഒരു സങ്കടമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സൈചേട്ടാ അങ്ങനെ ഒരു കാര്യമുണ്ട്, രാജേട്ടാ, അങ്ങനെ ചോദിക്കാനുള്ള ബന്ധങ്ങളുണ്ട് എനിക്കൊക്കെ. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. എന്നിട്ടും എന്തിനാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കണേ എന്നുള്ളതാണ്. എനിവേ എന്തൊക്കെയോ നടക്കുന്നു. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെ പോവാം. ഹരേ കൃഷ്ണ.
എല്ലാ ദിവസത്തെ പോലെയും ഇന്ന് ഈ ക്ലാസ് എനിക്ക് അത്രയും പവർഫുൾ ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഭഗവാന്റെ കാരുണ്യത്തിൽ എടുക്കാൻ പറ്റിയാലോ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു ഹനുമാൻ സ്വാമി എന്താ പറയാ, ഒരു മിനിറ്റ് കേട്ടോ. ഹനുമാൻ സ്വാമി ഇതായിരുന്നു പഠിച്ചത്, എൻ്റെ മൈൻഡിൽ നിന്നേ അത് പോയി. നമ്മുടെ ലങ്ക ഇതായതിനു ശേഷം എന്താ പറയാ, ലങ്ക നശിപ്പിച്ച് നമ്മുടെ ഹനുമാൻ സ്വാമി രാവണനെ വധിച്ചതിന് ശേഷം, ശ്രീരാമസ്വാമി രാവണനെ എല്ലാം വധിച്ച് സീതാദേവിയെല്ലാം കൊണ്ടുവന്നു. അതിനെല്ലാം ശേഷം അല്ലേ, ഹനുമാൻ സ്വാമിയോട് ശ്രീരാമസ്വാമി പറയുന്ന ഒരു വാക്കുണ്ട്, എപ്പോൾ വേണമെങ്കിലും ശ്രീരാമസ്വാമിയെയും സീതാദേവിയെയും കാണാനുള്ള അനുഗ്രഹം കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഒരു ഇതല്ലേ. ഞാൻ ആകെ ബ്ലാങ്ക് ആയിപ്പോയി സത്യം പറഞ്ഞ. ഒരു നിമിഷം ഞാൻ ക്ലാസ് എടുക്കണമെന്ന് പോലും ചിന്തിച്ചു പോയി. ഇതെനിക്ക് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മൾ പോകുന്നത്. ശ്രീകൃഷ്ണ അവതാരവും ശ്രീരാമ ദർശനവും. ഹരേ കൃഷ്ണ. ത്രേതായുഗത്തിന് ശേഷം ദ്വാപരയുഗത്തിൽ താൻ കൃഷ്ണനായി അവതാരം എടുക്കുമ്പോൾ സീതാരാമന്മാരായി ദർശനം നൽകാമെന്ന് ആഞ്ജനേയന് നൽകിയിരുന്ന വാക്ക് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്ന് ആരാഗ്രഹിക്കുന്നു? ഭഗവാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ത്രേതായുഗത്തിന് ശേഷം ദ്വാപരയുഗത്തിൽ ഭഗവാൻ കൃഷ്ണനായിട്ട് വരുന്ന സമയത്ത് സീതാരാമന്മാരായിട്ട് ദർശനം നൽകാം എന്ന് ആർക്ക് വാക്ക് കൊടുത്തിരുന്നു? ശ്രീരാമസ്വാമി ആഞ്ജനേയ സ്വാമിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വാക്ക് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്ന് ഭഗവാൻ തീരുമാനിക്കുകയാണ്. കൃഷ്ണന്റെ അഗ്രജനായി അവതരിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചത് കൊണ്ട് താൻ വലിയവനാണെന്നും എന്തും ഏതും ചെയ്യുവാനുള്ള ശക്തി എനിക്കുണ്ടെന്നും ആരെയും ബഹുമാനിക്കേണ്ട കാര്യം തനിക്കില്ലെന്നും ആരഹങ്കരിച്ചു? ബൽറാം സ്വാമി അഹങ്കരിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുന്നത്? ശ്രീകൃഷ്ണന്റെ അഗ്രജനായി അവതരിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. ആർക്ക്? ബൽറാം സ്വാമിക്ക്. അപ്പോ കൃഷ്ണന്റെ അഗ്രജനായി അവതരിക്കാൻ ബൽറാം സ്വാമിക്ക് ഭാഗ്യം ലഭിച്ചത് കൊണ്ട് എന്തും ഏതും ചെയ്യാനുള്ള ശക്തി ബൽറാം സ്വാമിക്കുണ്ട് എന്ന് സ്വയം ഒരു അഹങ്കാരം അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നു. അതുപോലെ തന്നെ താൻ സർവലോക സൗന്ദര്യവതിയാണെന്നും മറ്റുള്ള ഭാര്യമാരോടുള്ളതിനേക്കാൾ സ്നേഹക്കൂടുതൽ ഭഗവാന് തന്നോടുണ്ടെന്നും സൗന്ദര്യ മഹിമ കൊണ്ട് മാത്രമാണ് കൃഷ്ണൻ തന്നെ കല്യാണം കഴിച്ചതെന്ന് ആരഹങ്കരിച്ചു? സത്യഭാമാദേവിയും അഹങ്കരിച്ചു. അപ്പോൾ നമ്മുടെ ഉള്ളിലൊന്നും ഒരിക്കലും എന്തുണ്ടാവരുത്? അഹങ്കാരഭാവം ഉണ്ടാവരുത്. അറിവുകളൊന്നും നമ്മുടേതല്ല. ഭഗവാൻ ഒരു നിമിഷം ചിന്തിക്കുകയാണ്, ഇവനിലുള്ള അല്ലെങ്കിൽ ഇവളിലുള്ള അറിവുകളെല്ലാം മറന്നു പോട്ടെ എന്ന് ചിന്തിച്ചാൽ അത് പോയി. ഇപ്പൊ അഭിനയ കുലപതിയായിരുന്നു ആര്? ജഗതി ചേട്ടൻ അല്ലെ. അദ്ദേഹത്തിനോളം ആ സ്ഥാനത്തിരിക്കാൻ കഴിവുള്ള മറ്റൊരു വ്യക്തി ഇല്ല, ഇനി ഉണ്ടാവില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പൊ അത്രയും അഭിനയ തികവുള്ള വ്യക്തിയായിരുന്ന ജഗതി ചേട്ടന് ഒരു ആക്സിഡന്റിൽ സംഭവിച്ച എന്താണ്? എല്ലാം മറന്നുപോയി. അദ്ദേഹം സ്വന്തം പേര് പോലും മറന്നുപോയി. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടാവരുത്, ഞാനെന്ന ഭാവം ഉണ്ടാവരുത്. ആരുടെ ഉള്ളിലാണോ ഞാനെന്ന ഭാവം ഉടലെടുക്കുന്നത് ആ വ്യക്തി നാശത്തിന്റെ പിടിയിലായി എന്നുള്ള കാര്യം അപ്പോ ഓർക്കണം. ചില വ്യക്തികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നേ കാരണം ആയിക്കോട്ടെ, നീ നിന്റെ വഴിക്ക് പോ, എനിക്കറിയാം എന്താ ചെയ്യണം, ഞാൻ അങ്ങനെ എന്തിനത് ഇത്ര അഹങ്കാരം എന്തിനാ? ഒരു ജോലി കിട്ടിയത് കൊണ്ടോ, ഒരു വലിയ വീട് വെച്ചത് കൊണ്ടോ, 4 സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടോ, ബാങ്ക് ബാലൻസ് ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് എന്താ പറയാ 2 വണ്ടി പുറത്ത് കിടക്കുന്നത് കൊണ്ടോ, ഒരു സ്ഥാനമുള്ളത് കൊണ്ടോ ഞാനെന്ന ഭാവം എന്തിനാണ്? ഒരിക്കലും വേണ്ട. നമുക്ക് ഒന്നുമില്ല എന്ന ചിന്തയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. നമുക്കൊന്നും ഇല്ല ജീവിതത്തിൽ, നമ്മളൊന്നും നേടിയിട്ടില്ല, നമുക്കൊക്കെ ഇത്ര വയസ്സായി, പക്ഷെ നമ്മളൊന്നും നേടിയിട്ടില്ല എന്ന ഒരു ആത്മബോധം നമുക്ക് വേണം. മനസ്സിലായില്ലേ? നമ്മളെക്കാൾ കഴിവുള്ളവർ ഈ ലോകത്തുണ്ട്, നമ്മളെക്കാൾ പണമുള്ളവരുണ്ട്, നമ്മളെക്കാൾ ആരോഗ്യമുള്ളവരുണ്ട്, നമ്മളെക്കാൾ സൗന്ദര്യമുള്ളവരുണ്ട്, നമ്മളെക്കാൾ അറിവും വിദ്യാഭ്യാസവും സ്വായത്തമാക്കിയവരുണ്ട്. അപ്പൊ അവരുടെ മുമ്പിൽ നമ്മൾ ചെറുതാണ്, നമ്മളെല്ലാം തികഞ്ഞവരല്ല.
ആ ഒരു ആത്മബോധം നമുക്ക് എന്നും വേണം. അപ്പോൾ ആഞ്ജനേയ സ്വാമിക്ക് സീതാരാമ ദർശനം അരുളി ചെയ്യുവാൻ തീരുമാനിച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണനും ബലരാമന്റെയും സത്യഭാമയുടെയും അഹങ്കാരം ശമിപ്പിക്കണം എന്നും ആര് തീരുമാനിക്കുന്നു? ഭഗവാൻ കൃഷ്ണൻ തീരുമാനിക്കുകയാണ്. ആഞ്ജനേയ സ്വാമിക്ക് സീതാരാമന്മാരുടെ ദർശനവും കൊടുക്കണം, അതുപോലെ തന്നെ നമ്മുടെ സത്യഭാമ ദേവിയുടെയും ബലറാം സ്വാമിയുടെയും അഹങ്കാരവും കുറക്കണമെന്ന് സാക്ഷാൽ കൃഷ്ണൻ തീരുമാനിച്ചു. അപ്പോ ത്രിലോക സഞ്ചാരിയായിരിക്കുന്ന 3 ലോകവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നാരദ മുനി ശ്രീകൃഷ്ണ ദർശനാർത്ഥം ഭഗവാനെ ദർശനം എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി എവിടെ വന്നു? ദ്വാരകയിൽ വന്നു. എന്നിട്ടോ സഭാമണ്ഡലത്തിലെത്തിയ ബ്രഹ്മർഷി എന്ന് പറയുന്നത് നാരദ മുനി എന്താ ചെയ്യുന്നത്? സർവേശ്വരന്റെ തൃപാദങ്ങളിൽ ഭക്തി പുരസരം നമസ്കരിച്ചിട്ട് നാരായണ നമോ നാരായണ എന്നങ്ങ് നാമം ജപിച്ചിട്ട് ബ്രഹ്മർഷി എന്ത് ചെയ്തു? ബ്രഹ്മർഷി നാരദനെ സ്വീകരിച്ചു. ആര്? ഭഗവാൻ സ്വീകരിച്ചിട്ട് പറയാണ്, ഭഗവാൻ കൃഷ്ണൻ നാരദ മുനിയെ സ്വീകരിച്ചിട്ട് എന്താ പറയുന്നത്? നാരദ, നാം മനസ്സിൽ വിചാരിച്ച മാത്രയിൽ ആഗതനായിരിക്കുന്ന അങ്ങയുടെ സമയോചിത മനോഭാവത്തിൽ ഭവാനെ നാം അഭിനന്ദിക്കുന്നു. പുണ്യസ്ഥലങ്ങൾ തോറും തീർത്ഥാടനം ചെയ്ത് പശ്ചിമാബ്ദ തീരത്ത് നമ്മുടെ പരമഭക്തനായ മാരുതി എത്തിച്ചേർന്നിട്ടുണ്ട്. അഗ്രജനായിരിക്കുന്ന ബലരാമനുമൊത്ത് ആഞ്ജനേയനെ നാം കാണുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ധരിപ്പിക്കൂ. എന്താ പറയുന്നത് അദ്ദേഹം? നാരദ, നാം മനസ്സിൽ വിചാരിച്ച സമയത്ത് തന്നെ അവിടുന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങയുടെ സമയത്തിൽ കാണിക്കുന്ന കൃത്യനിഷ്ഠയിൽ നാം അതീവ സന്തുഷ്ടനാണ് എന്ന് ഭഗവാൻ പറയുന്നു നാരദമുനിയോട്. പുണ്യസ്ഥലങ്ങൾ തോറും സഞ്ചരിച്ചിട്ട് തീർത്ഥാടനം ചെയ്തിട്ട് പശ്ചിമാംബുധി തീരത്ത്, അതായത് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ പരമഭക്തനായിരിക്കുന്ന മാരുതി, അതായത് നമ്മുടെ ആഞ്ജനേയ സ്വാമി എത്തിച്ചേർന്നിട്ടുണ്ട്. അഗ്രജനായിരിക്കുന്ന ബലരാമനുമൊത്ത് ആഞ്ജനേയനെ നാം കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. അഗ്രജനായിരിക്കുന്ന ബലരാമന്റെ കൂടെ നമ്മുടെ ആഞ്ജനേയ സ്വാമിയെ ഭഗവാൻ കൃഷ്ണന് കാണണം. ഈ ഒരു ആഗ്രഹം നാരദ മുനിയോട് അവിടെ ചെന്ന് പറയാണ്. അപ്പൊ നാരദൻ പറയാണ്, കൽപ്പന പോലെ ദേവാ, അടിയൻ അറിയിക്കാം എന്ന് പറഞ്ഞു. കടൽ തീരത്ത് ഏകാഗ്രതയോടുകൂടി ധ്യാനത്തിലിരിക്കുന്ന ആഞ്ജനേയ സ്വാമിയെ ദർശിച്ചുകൊണ്ട് ബലറാം സ്വാമി പറഞ്ഞു. എന്താ പറയുന്നത്? മാരുതി, നിന്നെ കാണുവാൻ കൃഷ്ണൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് ആഞ്ജനേയ സ്വാമിയുടെ നിഷ്ഠയ്ക്ക്, ധ്യാനത്തിന് ഒരു ഭംഗം സംഭവിച്ചു. നമ്മളിങ്ങനെ വളരെ സിൻസിയർ ആയിട്ട് ഇങ്ങനെ ഏകാഗ്രതയോടെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടാൽ നമുക്കത് ബ്രേക്ക് ആവും അല്ലെ? അപ്പൊ അതേപോലെ ഇവിടെ ആഞ്ജനേയ സ്വാമിക്കും എന്താ സംഭവിക്കുന്നത്? ധ്യാനത്തിനൊരു തടസ്സം വന്നു. അപ്പൊ അതിൽ കുറച്ച് ദേഷ്യം വന്നു. ആർക്ക്? ആഞ്ജനേയ സ്വാമിക്ക്. ഉടനെ ആഞ്ജനേയ സ്വാമി പറഞ്ഞു, ബലരാമനെയും നാരദനെയും ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്. അല്പം ഇഷ്ടത്തോടു കൂടിയാണ് നമ്മുടെ ആഞ്ജനേയ സ്വാമി നാരദനോട് ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നതെന്ന് അറിയാമോ? നാരദ, ഇയാൾ ആരാണ്? എന്തിനായിട്ടാണ് ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്? അപ്പോ നാരദൻ പറയാണ്, ആഞ്ജനേയ, അങ്ങേ ദ്വാരകാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് കൃഷ്ണൻ ഞങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. ആഞ്ജനേയ സ്വാമിയെ ദ്വാരകാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലാനാണ് ആര് പറയുന്നത്? നമ്മുടെ കൃഷ്ണൻ പറയുന്നത് എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് കേട്ടോ. ഹരേ കൃഷ്ണ. കാല് നീട്ടിയിരിക്കാൻ വേണ്ടിയിട്ട. ഒരു മിനിറ്റ്. എന്തൊക്കെ അതിൻ്റെ അടിയിൽ കൊണ്ടച്ചിരിക്കുന്നു. ഈ വരുന്നില്ല. ഇത് അക്ഷയപത്രമാണോ ഇത്? ഇവരിതിൻ്റെ അടിയിൽ എന്തൊക്കെയാ കൊണ്ടൊക്കെ നോക്കി. ഹരേ നാരായണ ശരണം. അപ്പൊ പറയാണ് എന്താണ്? അപ്പൊ ഒന്നും മനസ്സിലാകാത്ത പോലെ ആഞ്ജനേയ സ്വാമി പറഞ്ഞു, കൃഷ്ണനോ? ഏത് കൃഷ്ണൻ? ആ കൃഷ്ണൻ എന്തിനാണ് നമ്മെ കാണാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് ദ്വാപരയുഗം അറിഞ്ഞുകൂടാ, കൃഷ്ണനെയും അറിഞ്ഞുകൂടാ. ആഞ്ജനേയ സ്വാമി പറഞ്ഞു നാരദനോട്, ഏത് കൃഷ്ണൻ? എവിടുത്തെ കൃഷ്ണൻ? എനിക്ക് കൃഷ്ണനെയും അറിയില്ല, ദ്വാപരയുഗം അറിയില്ല. ആ കൃഷ്ണൻ എന്തിനാണ് എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. ആഞ്ജനേയന്റെ ആ ഒരു മറുപടി എന്ന് പറയുന്നത് നമ്മുടെ ബലറാം സ്വാമിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരല്പം മുൻകോപിയാണ് ബലറാം സ്വാമി. പക്ഷെ അദ്ദേഹത്തിന് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടില്ല ആഞ്ജനേയ സ്വാമിയുടെ ആ മറുപടി. നാരദനെ അങ്ങ് പിടിച്ചു മാറ്റിയിട്ട് ഹനുമാന്റെ മുമ്പിലേക്ക് അങ്ങ് ചാടി വീണിട്ട് ബലറാം സ്വാമി ചോദിച്ചു, എന്ത്? ദ്വാരകാപുരി നാഥനായിരിക്കുന്ന കൃഷ്ണ ഭഗവാനെ അറിയില്ലെന്നോ? അദ്ദേഹം എൻ്റെ അനുജനാണ്, ഞങ്ങൾ രണ്ടുപേരും ദ്വാരകാധിപന്മാരാണ് എന്നങ്ങ് പറഞ്ഞു. അപ്പൊ ഹനുമാൻ സ്വാമി പറഞ്ഞു,
ഞാൻ ആരെ അറിയില്ല. ആട്ടെ, ഇപ്രകാരം എല്ലാം പറയുന്ന നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പൊ ബലറാം സ്വാമി ചോദിച്ചു, എന്ത് എന്നെ അറിയില്ലെന്നോ? നാം ബലരാമനാണ് എന്ന് പറഞ്ഞു. ബലറാം സ്വാമി പറഞ്ഞത് കേട്ടിട്ട് അങ്ങോട്ട് ദേഷ്യം വന്നു മാരുതിക്ക്, നമ്മുടെ ആഞ്ജനേയ സ്വാമിക്ക്. അത് പറഞ്ഞു കേട്ട് ദേഷ്യം വന്ന ബലറാം സ്വാമി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മുഖത്തിട്ടൊരടി അടിച്ചു. അടി കിട്ടിയ ബലറാം സ്വാമി വേദന കൊണ്ട് അങ്ങ് പൊളഞ്ഞു. എന്നിട്ട് ബലറാം സ്വാമിയുടെ തല അങ്ങ് മരവിച്ച പോലെ ആയിപ്പോയി, സ്തംഭിച്ച് നിൽക്കുക, ഓർക്കാപ്പുറത്ത് കിട്ടിയ അടി. അപ്പൊ ഹനുമാൻ സ്വാമി പറഞ്ഞു, അല്പൻ, എന്ത് ബലമാണ് നിനക്ക്? ബലരാമൻ ബലരാമൻ എന്ന് പറയുന്നു. നമ്മുടെ ശ്രീരാമചന്ദ്ര ദേവനേക്കാൾ ബലശാലിയായ മറ്റൊരു രാമൻ ഈ 3 ലോകത്തിലുമില്ല. ബലരാമനാണ് അത്രേ, ബലരാമൻ എന്ന് പറഞ്ഞ ആഞ്ജനേയ സ്വാമി ബലരാമൻ എന്നാണ് ഉദ്ദേശിച്ചത്. തന്നെ ആക്രമിക്കാൻ വേണ്ടി വന്ന ബലരാമനെ അപ്പത്തേക്ക് ഇത് കേട്ടപ്പോഴത്തേക്ക് ബലറാം സ്വാമി അങ്ങ് ചാടി വീണു ആഞ്ജനേയ സ്വാമിയുടെ അടുത്തേക്ക്. ആഞ്ജനേയ സ്വാമി എന്ത് ചെയ്തു? ഒരു കൈ കൊണ്ട് പിടിച്ച ഒരൊറ്റ ഏറെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് നിന്റെ നാമം നീ മാറ്റിയിട്ടോ, നിന്റെ പേര് നീ മാറ്റിക്കോ മര്യാദയ്ക്ക്, അല്ലാത്ത പക്ഷം നിന്നെ ഞാൻ ജീവനോടെ വിടില്ല. എന്റെ രാമനാണ് ശക്തിയുള്ള രാമൻ എന്ന് പറഞ്ഞു. ബലരാമനാണ് പോലും, ബലരാമൻ. ദേവദേവനായിരിക്കുന്ന നമ്മുടെ ശ്രീരാമചന്ദ്ര പ്രഭുവിനേക്കാൾ ബലശാലിയായ മറ്റൊരു രാമനും ഈ 3 ലോകത്തുണ്ടാവില്ല. അയ്യോ പോരെ, ഭയങ്കര അടിയായി ഇവിടെ. ദേഷ്യം വന്ന നമ്മുടെ ആഞ്ജനേയ സ്വാമി അദ്ദേഹത്തിന്റെ വാലങ്ങട് ചുരുട്ടി നിലത്തൊരൊറ്റ അടി അടിച്ചു. ദേഷ്യം തീർക്കാണ്. കലങ്ങി ചുവന്നു വന്ന കണ്ണുകളോടെ അവശനായിരിക്കുന്ന ബലരാം സ്വാമി എവിടെ എത്തി? നേരെ ദ്വാരകയിലെത്തി. ഒരു പശ്ചാത്താപ പാരിവശ്യം അഭിനയിച്ചുകൊണ്ട് കൃഷ്ണൻ ചോദിക്കുകയാണ്. അപ്പം കൃഷ്ണൻ ഇത് കണ്ടപ്പോ അയ്യോ എന്താപ്പത് എന്നുള്ള ഒരു ഭാവാഭിനയത്തോടു കൂടി കൃഷ്ണൻ ചോദിക്കാണ്, അഗ്രജ എന്താ പറ്റിയത്? എന്ത് സംഭവിച്ചു? അവിടുത്തെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നല്ലോ, കവിൾത്തടം അങ്ങ് തുടുത്തിരിക്കുന്നല്ലോ, എന്ത് സംഭവിച്ചു അഗ്രജ, പറയൂ എന്ന് പറഞ്ഞു. ബലരാം സ്വാമിയുടെ പട്ടുടയാടകളിലെല്ലാം തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മണ്ണും ചെളിയും എല്ലാം കൃഷ്ണൻ എന്ത് ചെയ്തു? നല്ല ആദരവോടുകൂടി തട്ടിക്കളഞ്ഞു. എന്നിട്ട് കൃഷ്ണൻ ചോദിച്ചു, പറയൂ അഗ്രജ, എന്താ ഉണ്ടായത്? ഞാനൊന്നും അറിഞ്ഞില്ല, എന്ത് പറ്റി? ഉടനെ ബലറാം സ്വാമി പറയണം, കൃഷ്ണ, ഇതെല്ലാം നിന്റെ ഭക്തനായിരിക്കുന്ന ആ വാനരൻ നമുക്ക് സമ്മാനിച്ച പാരിതോഷികങ്ങളാണ്. അപ്പോ കൃഷ്ണൻ ചോദിക്കാണ്, അഗ്രജ എന്താ ഈ പറയുന്നത്? ഈ ഹനുമാന്റെ വിക്രിയങ്ങളാണെന്നോ? ചെ കാരണം കൂടാതെ ആരെ ഉപദ്രവിക്കുന്ന സ്വഭാവക്കാരനല്ല ഹനുമാൻ. നടന്ന സംഭവങ്ങളെല്ലാം പറയൂ എന്ന് പറഞ്ഞു. അപ്പോ നാരദൻ പറഞ്ഞു, ഓഹോ, നിങ്ങൾ 2 പേരും പറഞ്ഞത് ഹനുമാൻ സ്വാമിക്ക് അപ്പൊ വ്യക്തമായി കാണില്ല അല്ലേ? നമ്മൾ പറഞ്ഞതൊന്നും വ്യക്തമായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവണേന്ന് കൃഷ്ണനും പറഞ്ഞു. വീണ്ടും പോയി ഹനുമാനെ വിളിക്കൂ, അപ്പോൾ ഹനുമാന് കാര്യം മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങൾ 2 പേരും പോയി ഹനുമാന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതൊന്നും ഹനുമാന് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഭക്തനായിരിക്കുന്ന ആഞ്ജനേയൻ ഞാൻ വിളിച്ചാൽ വരാതിരിക്കില്ല, വരും എന്ന് പറഞ്ഞു. കൃഷ്ണൻ പറയുന്നത് ധിക്കരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലറാം സ്വാമിക്കും നാരദനും പറ്റില്ല. ബലരാമൻ എന്ത് ചെയ്ത്? സഹായത്തിന് വേണ്ടി ഒരു പറ്റം യോദ്ധാക്കളെയും കൂട്ടിക്കൊണ്ട് ഹനുമാനെ കാണാൻ വേണ്ടി സമുദ്ര തീരത്തെത്തി. അപ്പോ സൈന്യത്തോടു കൂടിയാണല്ലോ നമ്മുടെ ബലറാം സ്വാമി വരുന്നത്. അപ്പൊ ആർക്ക് ദേഷ്യം വന്ന് വീണ്ടും കുറെ സൈന്യങ്ങളെയും കൂട്ടിക്കൊണ്ട് അവൻ ബലരാമൻ എന്നുള്ള പേര് ഇട്ടുകൊണ്ട് വന്നോണ്ടിരിക്കുകയെന്നും പറഞ്ഞുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് വീണ്ടും ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, ധിക്കാരി, സൈന്യവുമൊത്ത് നീ നമ്മെ ആക്രമിക്കുവാൻ ഒരുമിട്ട് വന്നിരിക്കുന്നുവെന്നോ? അഹങ്കാരിയായ നിന്നെയും ഭീരുക്കളായ നിന്റെ യോദ്ധാക്കളെയും ഇപ്പോൾ തന്നെ നാം ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. കൊടുങ്കാറ്റെന്നതുപോലെ ശത്രുനിരയിലേക്ക് അങ്ങ് ഓടിക്കയറി നമ്മുടെ ആഞ്ജനേയ സ്വാമി. എന്നിട്ടോ സംഹാര താണ്ഡവ നൃത്തം ചവിട്ടി ഈ സൈന്യങ്ങൾക്കിടയിൽ. പേടിച്ച് വിറച്ച ബലറാം സ്വാമി എന്ത് ചെയ്ത്? ഓടി. സൈന്യങ്ങളും 4 പാട് ഓടി. പേടിച്ചോടിയവരില് ചിലരെയൊക്കെ ഹനുമാൻ സ്വാമി എന്ത് ചെയ്ത്? പിടിച്ചിട്ട് ഒരൊറ്റ ഏറെറിഞ്ഞു സമുദ്രത്തിലേക്ക്. മറ്റു ചിലരെയൊക്കെ പിടിച്ചങ്ങ് നിലത്തടിച്ചു. ഹനുമാന്റെ ഇടിയും തൊഴിയും ചവിട്ടും ഒക്കെ കൊണ്ട് യോദ്ധാക്കളെല്ലാരും കൂടെ അവശരായി ഉറക്കെ കരഞ്ഞുകൊണ്ട് 4 ദിക്കിലേക്കും പാഞ്ഞു എന്നാ പറയുന്നത്. ദേഷ്യം വന്ന ബലറാം സ്വാമി എന്ത് ചെയ്തു? ഹലായുധവുമായി മാരുതിയെ അങ്ങ് നേരിടുകയാണ്. ഹലായുധം എടുത്തിട്ട് ബലറാം സ്വാമി ആഞ്ജനേയ സ്വാമിയോട് യുദ്ധം ചെയ്യാൻ പോവാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ബലറാമന്റെ ആയുധമൊക്കെ അങ്ങ് തട്ടിത്തെറിപ്പിച്ചു നമ്മുടെ ആഞ്ജനേയ സ്വാമി. എന്നിട്ടോ ആഞ്ജനേയ സ്വാമിയുടെ
വാലുകൊണ്ട് ബലരാമനെ അങ്ങ് എന്താ ചെയ്യുന്നത്, ചുറ്റി വളഞ്ഞ് പിടിച്ച് തറയിലിട്ട് അടിച്ച് ഉരുട്ടി 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 അങ്ങോട്ട് അവശനാക്കി കളഞ്ഞു. ഒരു വിധമാക്കി നമ്മുടെ ആഞ്ജനേയ സ്വാമി ബലറാം സ്വാമിയെ. ഹനുമാൻ സ്വാമിയുടെ പിടിയിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് ദ്വാരകയിലേക്ക് ഓടിയെത്തി ബലറാം സ്വാമി ഓടിച്ചെന്ന് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, നിന്റെ ഭക്തൻ അതിഭയങ്കരൻ തന്നെ കൃഷ്ണ. ഇത്രമാത്രം ശക്തനും ക്രൂരനുമായ ഒരു വാനരനെ നാം മുമ്പെങ്ങും കണ്ടിട്ടില്ല കൃഷ്ണ, കേട്ടിട്ടുമില്ല. അതാണ് യാഥാർത്ഥ്യം. നമ്മെ രക്ഷിക്കൂ കൃഷ്ണ, രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ബലറാമൻ ഓടി കൃഷ്ണന്റെ അടുത്ത് വന്നു. കൃഷ്ണൻ പറഞ്ഞു, അഗ്രജ, അങ്ങ് ലോകജേതാക്കളിൽ അഗ്രഗണ്യനാണ്. അവിടുത്തെ സഹോദരനായി ജനിച്ചിരിക്കുന്ന നാം പരമഭാഗ്യവാൻ തന്നെ. അങ്ങ് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഈ ഒരു ഹനുമാൻ മാത്രമല്ല, 1000 ഹനുമാന്മാർ ഒരുമിച്ച് വന്നാലും അവരെയെല്ലാം ഏകനായി നിന്ന് അങ്ങേക്ക് പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. കൃഷ്ണന് പറഞ്ഞ വാക്ക് കേട്ടപ്പം ബലറാം സ്വാമിയുടെ മനസ്സങ്ങ് മാറി. ഒരു മാനസാന്തരം സംഭവിച്ചു. താൻ വലിയ വീരനാണെന്നും ധീരനാണെന്നൊക്കെ വിചാരിച്ചത് വെറും തെറ്റിദ്ധാരണയാണ്. ആർക്ക് മനസ്സിലായി? ബലറാം സ്വാമിക്ക് മനസ്സിലായി. തൻ്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷയാണ് ആഞ്ജനേയ സ്വാമി നൽകിയതെന്ന് ബലറാം സ്വാമിക്ക് മനസ്സിലായപ്പോൾ അദ്ദേഹം അങ്ങ് കാര്യം മനസ്സിലാക്കി മിണ്ടാതെ നിന്നു. എത്ര വലിയവനാണെങ്കിലും അഹങ്കാരം ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കിയ ബലറാം സ്വാമി ക്ഷമാശീലത്തിന്റെ മഹിമയെക്കുറിച്ച് ഓർത്ത് നാണിച്ച് തലതാഴ്ത്തി. ബലരാമന്റെ അഹങ്കാരം അകന്നെന്ന് ആർക്ക് മനസ്സിലായി? കൃഷ്ണന് മനസ്സിലായി. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഇനി അങ്ങ് ചെന്നിട്ട് രാമദേവൻ വിളിക്കുന്നുവെന്ന് ആഞ്ജനേയനെ അറിയിക്കൂ. കുഴപ്പങ്ങളൊന്നും സൃഷ്ടിക്കാതെ ആഞ്ജനേയൻ അങ്ങയോടൊപ്പം ശാന്തനായി വരുന്നതാണെന്ന് പറഞ്ഞു. 3ാമത്തെ തവണയും തന്നെ നോക്കി വരുന്ന ബലരാമനെ കണ്ടിട്ട് മാരുതിയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ ചുവന്ന് തുടുത്ത് കത്തി ജ്വലിക്കുകയാണ്. മാരുതിയുടെ കോപം കണ്ട ബലറാം സ്വാമി അന്ന് കിടുകിടാന്ന് വിറയ്ക്കാൻ തുടങ്ങി. ആഞ്ജനേയ മെല്ലെ പോയി വിളിച്ചു. ആഞ്ജനേയ, അങ്ങേ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ രാമദേവൻ കൽപ്പിച്ചിരിക്കുന്നു. എന്ത്? ഈ എളിയവനെ രാമദേവൻ വിളിച്ചിരിക്കുന്നുവെന്നോ? ശ്രീരാമ രാമ രാമ സീതാപദേ, ശ്രീരാമ രാമ രാമ സീതാ, ശ്രീരാമചന്ദ്ര രാമ ദേവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയോധ്യ രാമ, കോദണ്ഡരാമ, ധന്യോസ്മി ധന്യോസ്മി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആഞ്ജനേയ സ്വാമി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. എന്നിട്ട് ചോദിച്ചു, എന്താ എന്നോട് ഇത് നേരത്തെ പറയാതിരുന്നത് എന്ന് ചോദിച്ചു. ശ്രീരാമ സന്ദേശവുമായി വന്ന അങ്ങേ ദേഹോപദ്രവം ഏൽപ്പിച്ച ഈ വിവരമില്ലാത്ത വാനരനോട് ക്ഷമിച്ചാലും എന്ന് പറഞ്ഞു. ശ്രീരാമ രാമ സീതാരാമ, ക്ഷമിക്കൂ രാമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാമനാമങ്ങളെല്ലാം ഉരുവിട്ടിട്ട് കണ്ണുനീരോടുകൂടി മാരുതി എന്ത് ചെയ്ത് ബലരാമനെ അങ്ങ് ഗാഠമായി കെട്ടിപ്പുണർന്ന് താൻ അറിയാതെ ചെയ്തു പോയ തെറ്റിന് മാപ്പൊക്കെ ചോദിച്ചു. എന്നിട്ടോ ബലറാം സ്വാമിയെ നമ്മുടെ ആഞ്ജനേയ സ്വാമി തോളിലെടുത്ത് കയറ്റി ചുമന്നുകൊണ്ട് ദ്വാരകാപുരിയിലേക്ക് അങ്ങ് നടന്നു. ഹനുമാൻ സ്വാമി ശ്രീരാമനാമഗീതങ്ങൾ അങ്ങനെ ഭക്തിയോടുകൂടി ആലപിച്ചു പോകുന്ന വഴിക്കെല്ലാം ആഞ്ജനേയന്റെ പെട്ടെന്നുള്ള ആ ഒരു മനമാറ്റത്തിൽ ബലറാം സ്വാമി ശരിക്കും ആശ്ചര്യപ്പെട്ടു. ഹനുമാന്റെ യഥാർത്ഥ ഭക്തി രാമഭക്തിയിൽ വികാര തരളിതനായിക്കൊണ്ട് ബലറാം സ്വാമി അങ്ങ് പുളകിതനായി എന്നാ പറയുന്നത്. എന്നിട്ടോ അരമനയിൽ എത്തിയ ബാലഭദ്രൻ എന്ത് ചെയ്തു? ഹനുമാനെ ഒരു വിശിഷ്ടമായിരിക്കുന്ന പീഠത്തിലൊക്കെ ഇരുത്തിയിട്ട് ബഹുമാനത്തോടുകൂടി ഉപചരിച്ചു. ആഞ്ജനേയം വന്നത് നാരദ മഹർഷി ഭഗവാനെ ചെന്ന് ഉണർത്തിച്ചു. ഉടനെ നമ്മുടെ ഭഗവാൻ എന്ത് ചെയ്തു? നമ്മുടെ പ്രിയപ്പെട്ട ഹനുമാൻ ദ്വാരകയിൽ വന്നിരിക്കുന്നുവെന്നോ, സീതാസമേതനായി ദർശനം അരുളി ചെയ്യാമെന്ന് ഹനുമാന് നാം വാക്ക് നൽകിയിരിക്കുന്നു. കൃഷ്ണൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ഭക്തനായിരിക്കുന്ന ഹനുമാൻ ദ്വാരകയിലേക്ക് എഴുന്നള്ളിയെന്നോ? ഞാൻ ഈ ഒരു അവതാരം എടുക്കുമ്പോൾ സീതാദേവിയോടൊപ്പം ദർശനം നൽകാമെന്ന് വാക്കു പറഞ്ഞിട്ടുണ്ട്. നാരദ, ശ്രീരാമഭക്തനായിരിക്കുന്ന ഹനുമാൻ വന്നിരിക്കുന്നു എന്ന് സത്യഭാമയെ ധരിപ്പിച്ച് വേഗം സീതയായി വരുവാൻ പറയൂ എന്ന് പറഞ്ഞു. സത്യഭാമ ദേവിയോട് സീതയായിട്ട് വരാൻ പറഞ്ഞു. ആ സമയത്ത് സത്യഭാമയുടെ അന്തപുരത്തിലെത്തിയ നാരദൻ ഭഗവാൻ അറിയിച്ച ആ ഒരു സന്ദേശം സത്യഭാമ ദേവിയെ അറിയിച്ചു. അലങ്കാരപ്രിയയും
തൻ്റെ ആകാര സൗഷ്ഠത്തിൽ ഗർവിഷ്ഠയുമായിരിക്കുന്ന അഹങ്കാരിയായിരിക്കുന്ന സത്യഭാമ ദേവി എന്ത് ചെയ്തു? സീതാദേവിയായി മാറുന്നതിന് അണിഞ്ഞൊരുങ്ങാൻ തുടങ്ങി. സീതാദേവിയായിട്ട് മാറാൻ അണിഞ്ഞൊരുങ്ങാൻ തുടങ്ങി. പട്ടിയുടെ ആടകളും നവരത്നങ്ങളും അണിഞ്ഞ് ഒരുങ്ങി ഞെളിഞ്ഞു വന്ന് നിന്ന സത്യഭാമ ശ്രീകൃഷ്ണന് തന്നോടാണ് സ്നേഹമുള്ളതെന്നും മറ്റ് കൃഷ്ണഭക്തിമാരെക്കാൾ എല്ലാം തന്നോടാണ് ഏറ്റവും സ്നേഹം എന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. അവരൊക്കെ സത്യഭാമാദേവിയേക്കാൾ കൂടുതൽ കുറവ് സൗന്ദര്യമാണ് മറ്റു ഭാര്യമാർക്കെല്ലാം എന്നാണ് സത്യഭാമാദേവി മനസ്സിലങ്ങ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അലങ്കാരം ചെയ്യാൻ, അതായത് മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഏറെ നേരം സത്യഭാമാദേവി ചെലവഴിക്കുന്നത് കണ്ടപ്പോൾ നാരദ മഹർഷിയുടെ ക്ഷമ അങ്ങ് പോയി. ഭക്തൻ ദർശനത്തിനായി കാത്തിരിക്കുന്നു, ശ്രീകൃഷ്ണ ഭഗവാൻ ദേഷ്യപ്പെടും, വേഗം വരൂ വേഗം വരൂ എന്നിങ്ങനെ സത്യഭാമാദേവിയോട് നാരദ മുനി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു വിധത്തിലെല്ലാം കൂടി അലങ്കാരങ്ങളൊക്കെ ചെയ്ത് ഒരുങ്ങി വന്ന സത്യഭാമാദേവി നേരെ കൃഷ്ണന്റെ സവിധത്തിലെത്തിയിട്ട് ചോദിച്ചു, അങ്ങനെ വിളിച്ചോ നാഥ എന്ന് ചോദിച്ചു. അപ്പോ കൊഞ്ചലോടെയാണ് കേട്ടോ ചോദിക്കുന്നത്. സത്യഭാമാദേവിയുടെ അമിതമായിരിക്കുന്ന ഒരു അലങ്കാരവും ആ ഒരു സമയത്തിനുള്ള കാലതാമസവും കൊഞ്ചിയുള്ള സംസാരവും ഒന്നും കൃഷ്ണൻ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ മുഖത്ത് കുറച്ചൊരു നീരസ ഭാവം കണ്ടു കൃഷ്ണന്റെ മുഖത്ത്. എന്നിട്ട് കൃഷ്ണൻ ചോദിച്ചു, സത്യഭാമേ, സീതാദേവിയെ പോലെ രൂപം കൊണ്ട് എത്രയും വേഗം ആഗതയാകണമെന്ന് പറഞ്ഞാണ് നാം നാരദ മഹർഷിയെ നിയോഗിച്ചത്. നിന്റെ അലങ്കാരവും മുഖഭാവവും ദർശിച്ചാൽ നമ്മുടെ പരമഭക്തനായിരിക്കുന്ന മാരുതൻ നീ ഒരു ദേവലോക നർത്തകിയാണെന്ന് ധരിച്ച് നിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. യഥാർത്ഥ ഭക്തന്മാരാരും ഇപ്രകാരമുള്ള ആഡംബരവും അലങ്കാരവും ലോകാംബികയിൽ പ്രതീക്ഷിക്കുകയില്ല. അലങ്കാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് വേഗം സീതാദേവിയായി ഒരുങ്ങി വരൂ എന്ന് പറഞ്ഞു. അപമാനം തന്നെ തോന്നി ആർക്ക്? സത്യഭാമാദേവിക്ക്. അന്തപുരത്തിലേക്ക് മടങ്ങിപ്പോയ സത്യഭാമാദേവി ഇങ്ങനെ പലതും ചിന്തിക്കുകയാണ്. തൻ്റെ അലങ്കാരത്തിലും സൗന്ദര്യത്തിലും കൃഷ്ണൻ മയങ്ങിയിരിക്കുകയാണെന്നാണ് താൻ ധരിച്ചിരിക്കുന്നത്. അത് തെറ്റായി പോയോ? മാരുതി ദർശിച്ച സീതാദേവി തന്നെ പോലെ ആയിരുന്നില്ലേ? ലങ്കാ നഗരത്തിലെ അശോകവനത്തിൽ ശിംശബാ വൃക്ഷച്ചുവട്ടിൽ ശോകമൂകയായിരുന്ന ലങ്കാനഗരത്തിലെ അശോകവനത്തിൽ ശിംശിബാ വൃക്ഷച്ചുവട്ടിൽ ശോകമൂകയായിരുന്ന സീതാദേവിയെക്കുറിച്ചും അവിടെ ചെന്ന് സീതാദേവിയെ ദർശിച്ച ഹനുമാനെക്കുറിച്ചും സത്യഭാമാദേവി ഒന്ന് ഓർത്തു നോക്കി. ശോകപ്രതീകമായിരിക്കുന്ന സീതാദേവിയെ ആയിരിക്കാം ഹനുമാൻ സ്വാമി ദർശിച്ചതെന്ന് കരുതിയ സത്യഭാമ എന്തു ചെയ്തു? തൻ്റെ അലങ്കാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരു സാധാരണ സ്ത്രീയെ പോലെ കണ്ണിൽ കണ്ണുനീരും മുഖത്ത് ശോകവും കൃത്രിമമായി വരുത്തിക്കൊണ്ട് കൃഷ്ണന്റെ മുമ്പിൽ ചെന്നു നിന്നു. സത്യഭാമയുടെ അലങ്കോല രൂപം ദർശിച്ച കൃഷ്ണൻ തൻ്റെ നയനങ്ങൾ അങ്ങ് മൂടി, കണ്ണുകൾ മൂടിയിട്ട് മുഖം തിരിച്ചങ്ങ് നിന്നു. അപ്പൊ സത്യഭാമ ദേവി പറയാണ്, സ്വാമി, അവിടുന്ന് എന്തുകൊണ്ടാണ് മുഖം തിരിച്ചു നിൽക്കുന്നത്? അശോകവനത്തിൽ ഇപ്രകാരമുള്ള സീതാദേവി ആയിരിക്കാം ഹനുമാൻ ദർശിച്ചിരിക്കുന്നത്. അപ്പൊ കൃഷ്ണൻ പറയാണ്, ഈ രൂപത്തിൽ ഹനുമാൻ നിന്നെ ദർശിച്ചാൽ സീതാദേവിയാണെന്നോ സത്യഭാമയാണെന്നോ വിചാരിക്കുകയില്ല. ദയവ് ചെയ്ത് നീ അന്തപുരത്തിലേക്ക് തന്നെ മടങ്ങിപ്പോക്കോളൂ. എന്നിട്ടോ സത്യഭാമ ദേവിയോട് അന്തപുരത്തിലേക്ക് മടങ്ങിക്കൊള്ളാൻ പറഞ്ഞ കൃഷ്ണൻ ഉടൻ തന്നെ രുക്മിണി ദേവിയോട് സീതാദേവിയായിട്ട് വരാൻ പറഞ്ഞു. സത്യഭാമ ദേവിയോട് അന്തപുരത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ട് കൃഷ്ണൻ പറഞ്ഞു, രുക്മിണി ദേവിയോട് പറഞ്ഞു സീതാദേവിയായിട്ട് വരാൻ പറഞ്ഞു. നാരദ മഹർഷിയെ രുക്മിണിയുടെ അന്തപുരത്തിലേക്ക് പറഞ്ഞു വിട്ടു, സീതാദേവിയായിട്ട് വരാൻ പറഞ്ഞു. കൃഷ്ണന്റെ കൽപ്പന അനുസരിച്ച് രുക്മിണി ദേവിയുടെ അന്തപുരത്തിലെത്തിയ നാരദമുനി എന്തു ചെയ്തു? കൃഷ്ണന്റെ സന്ദേശം ദേവിയോട് പറഞ്ഞു. ദേവി, ഭക്തനായ ഹനുമാൻ ആഗതനായിരിക്കുന്നു. സീതാരാമ ദർശനം നൽകി അനുഗ്രഹിക്കാമെന്ന് കൃഷ്ണ ഭഗവാൻ സമ്മതിച്ചിരിക്കുകയാണ്. അവിടുന്ന് സീതാദേവിയായി വേഗം ആഗതയാകുവാൻ ഭഗവാൻ കൽപ്പിച്ചിരിക്കുന്നു. ഭക്തനായിരിക്കുന്ന മാരുതൻ വന്നിരിക്കുന്നു എന്ന വാർത്ത കേട്ട നമ്മുടെ രുക്മിണി ദേവിയുടെ മുഖം സൂര്യപ്രകാശമേറ്റ ചെന്താമര പുഷ്പത്തെ പോലെ അങ്ങ് വികസിച്ചു എന്നാ പറയുന്നത്. അലങ്കാരങ്ങളൊന്നും ചെയ്യാൻ നിൽക്കാതെ നെറ്റിയിൽ മംഗള തിലകം ചാർത്തിക്കൊണ്ട് രുക്മിണി ദേവി ഭക്തന് ദർശനം നൽകുവാൻ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി വന്നു. കൃഷ്ണന്റെ സവിധത്തിലെത്തിയ രുക്മിണി ദേവപാതാര വിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ഭക്തൻ എവിടെയാണെന്ന് അന്വേഷിച്ചു. പ്രഭോ, നമ്മുടെ ഭക്തനായ ഹനുമാൻ എവിടെ?
അധികം താമസം ഏർപ്പെട്ടതിൽ ആഞ്ജനേയൻ നമ്മോട് പിണങ്ങുമോ പ്രഭു? ഇപ്രകാരം ചോദിച്ചിട്ട് ശ്രീ മഹാലക്ഷ്മിയെ പോലെ വിളങ്ങി നിന്ന രുക്മിണീ ദേവിയുടെ എളിമയും താഴ്മയും മുഖശ്രീയും കൃഷ്ണ ഭഗവാനെ അങ്ങ് സംതൃപ്തനാക്കി. കൃഷ്ണൻ നാരദ മുനിയോട് പറഞ്ഞു, നാരദ മഹർഷി, അങ്ങ് മാരുതനെ വിളിച്ചുകൊണ്ടുവരൂ എന്ന് പറഞ്ഞു. സീതാരാമ ദിവ്യ ദർശനാർത്ഥം ആകാംക്ഷയോടുകൂടി ഓടിയെത്തിയ മാരുതിയുടെ മാനസം അങ്ങ് സന്തോഷം കൊണ്ട് അങ്ങ് ആറാടി എന്നാ പറയുന്നത്. ആഹാ, അത്ഭുതകരമായിരിക്കുന്ന ദിവ്യ ദർശനം! ശാന്തതയും ഗാംഭീര്യവും തേജസ്സും ഭവ്യതയും ആത്മചൈതന്യവും ഒത്തിണങ്ങിയ പരമാനന്ദ ദർശനം. സീതാഭിരാമ ഹരേ രാമ അയോധ്യ രാമ 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 രാഘവ രാജീവലോചന രഘുരാമ സീതാരാമ രാമ തൃപ്പാതാര വിന്ദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു അടിയൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹനുമാൻ സ്വാമി സീതാരാമന്മാരുടെ തൃപ്പാദങ്ങളിൽ അങ്ങ് നമസ്കരിച്ചു. രഘുരാമ, അവിടുത്തെ ദാസാനുദാസനായിരിക്കുന്ന അടിയന് ദർശനമരുളി ചെയ്യുമ്പോഴെല്ലാം സീതാദേവി സമേതനായി സീതാരാമന്മാരായി ദർശനഭാഗ്യം അരുളുവാൻ തിരുവുള്ളം കനിയണമേ ഭഗവാനെ എന്നങ്ങ് നമ്മുടെ ഹനുമാൻ സ്വാമി ഭഗവാനോട് എന്തു ചെയ്തു? അപേക്ഷിച്ചു. പരമോന്നതനായിരിക്കുന്ന മാരുതപുത്രന്റെ ഭക്തിലഹരിയിൽ പരിപൂർണ സന്തുഷ്ട ചിത്തന്മാരായിരിക്കുന്ന സീതാരാമന്മാർ ഹനുമാൻ സ്വാമിയെ കണ്ണുനീരോടുകൂടി ആശീർവദിച്ച് അനുഗ്രഹിച്ചു. കൃഷ്ണൻ പറഞ്ഞു, ആഞ്ജനേയ, നീ ആഗ്രഹിക്കുമ്പോഴെല്ലാം സീതാരാമന്മാരായി നാം നിനക്ക് ദർശനം നൽകുന്നതാണ്. അപ്പൊ ഹനുമാൻ സ്വാമി പറഞ്ഞു, ധന്യോസ്മി മഹാപ്രഭു, ധന്യോസ്മി, ജയ സീതാരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്തിമാർഗത്തിൽ ശ്രദ്ധ ചെലുത്തുന്നവർ ആഡംബരവും അഹംഭാവവും ഒരുപോലെ നിശേഷം ഉപേക്ഷിക്കണമെന്നുള്ളതിന് ഉത്തമമായിരിക്കുന്ന തെളിവുകളാണിത്. അമിതമായിരിക്കുന്ന ആഡംബരം ഒന്നും തന്നെ ഭക്തിമാർഗത്തിൽ പോകുന്നവർ ഒരിക്കലും വെക്കില്ല. അതുപോലെ തന്നെ അഹങ്കാരവും ഉണ്ടാവില്ല. എളിമയും താഴ്മയും നിറഞ്ഞ സംശുദ്ധമായിരിക്കുന്ന ഹൃദയത്തിൽ മാത്രമാണ് പരമ്പൊരുളായിരിക്കുന്ന സർവേശ്വരൻ കുടികൊള്ളുന്നത്. ഹൃദയ വിശുദ്ധിയോടും ഏകാഗ്ര ചിത്തത്തോടും കൂടിയുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഈശ്വര സ്വാമീപ്യം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. കഴിവും ബുദ്ധിശക്തിയൊക്കെ ഉപയോഗിച്ച് കുറുക്കു വഴികളിൽ കൂടി ഈശ്വര സാമീപ്യം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് കരുതുന്നവർ പമ്പര വിഡ്ഢികളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അച്ഛാ ക്ലാസ്സിലാണോ? പറഞ്ഞോ. ഹലോ. അപ്പോ പമ്പര വിഡ്ഢികളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വെളിച്ചവും ഇരുട്ടും കാറ്റും ചലനവും ശക്തിയും ബുദ്ധിയും തിരിച്ചറിവും നൽകി സർവചരാചരങ്ങളെ എല്ലാം ഒരുപോലെ കാത്തുരക്ഷിക്കുന്ന കാണപ്പെടാത്ത ഈശ്വരൻ അറിയപ്പെടാത്ത രഹസ്യമായിട്ട് അനുഭവിക്കുന്നവർക്ക്, ആനന്ദപ്രദായകനായി ആശ്രയിക്കുന്നവർക്ക്, അരുൾദായകനായി എങ്ങും എവിടെയും എന്നും എപ്പോഴും പ്രത്യക്ഷനായിട്ടും അപ്രത്യക്ഷനായിട്ടും അങ്ങനെ നിലകൊള്ളുകയാണ്. പാലിൽ വെണ്ണയായും എള്ളിനുള്ളിൽ എണ്ണയായും ഭൂഗർഭത്തിൽ ജലമായും ശ്രവണശക്തിയായും കാഴ്ചശക്തിയായും തിരിച്ചറിവായും നിലനിന്നരുളുന്ന കാത്ത് രക്ഷിച്ചു പോരുന്ന സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനായിരിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന ഭഗവാൻ എന്നും എളിയവനിലാണ് കുടികൊള്ളുന്നത്. ക്ലിയർ? മാന്യതയുടെ മുഖപടം അണിഞ്ഞിട്ട് അഹംഭാവ ഭാവത്തോടുകൂടി അഗ്രാസനങ്ങളിൽ ഞെളിഞ്ഞങ്ങിരുന്ന് ബള്ളു ബലരാമന്മാരെ പോലെ എന്നോർക്കുക. എന്താണ്? വലിയ മാന്യതയുടെ മുഖമൊക്കെ അണിഞ്ഞുകൊണ്ട് ഞാൻ വലിയ മാന്യനാണെന്നുള്ള ഭാവത്തിൽ വലിയ മാന്യതയുടെ മുഖമൊക്കെ അണിഞ്ഞിട്ട് അഹംഭാവ ഭാവത്തോടുകൂടി, ഞാനെന്ന ഭാവത്തോടുകൂടി അഗ്രാസനങ്ങളിൽ, ഏറ്റവും വലിയ എന്താ പറയാ, നമ്മുടെ സിംഹാസനം പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് നെളിഞ്ഞിരിക്കുന്നവര് ബള്ള ബലരാമന്മാരെ പോലെയാണെന്ന് ആലോചിക്കണം. ഒന്നിനും കഴിവില്ലാത്ത ബലരാമന്മാരെ പോലെയാണെന്ന് നമ്മൾ പഠിക്കണം. മോടിയേറിയ വസ്ത്രധാരണമോ കണ്ണഞ്ചിപ്പിക്കുന്ന കാഞ്ചന ആഭരണങ്ങളോ പവിത്രമായ ഭക്തിയുടെ മുമ്പിൽ ഒന്നുമല്ല. വലിയ വലിയ ആഭരണങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന ആഭരണങ്ങളൊന്നും വലിയ ഭക്തിക്ക് മുമ്പിൽ ഒന്നുമല്ല, ഒരു സീറോ ആണ്. സത്യഭാമയുടെ പരാജയത്തിന് കാരണമായി മാറിയതും ഈ ഒരൊറ്റ കാരണം തന്നെയാണ്. കാര്യസാധ്യത്തിനായി ധ്യാനിക്കുന്നവരും അർഹതയില്ലാത്തത് ആഗ്രഹിച്ച് വ്രതം അനുഷ്ഠിക്കുന്നവരും എന്താണ്?
ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവത്തെയും സ്വന്തം മനസ്സാക്ഷിയെയും ഒരുപോലെ വഞ്ചിക്കുന്നവരാണ്. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാനന്ദ പ്രദായകമാണ് ഭക്തി. വള്ളൊഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ, അതായത് അഹങ്കാരം, ഞാനെന്ന ഭാവമൊക്കെ മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്നവരെ ഉള്ളഴിഞ്ഞ് കണിഞ്ഞ് പ്രസാദിക്കുന്നവനാണ് ആര്? സാക്ഷാൽ ഗുരുവായൂരപ്പൻ. കാമവും മോഹവും ഡംബും അഹങ്കാരവും ഒക്കെ ഉപേക്ഷിച്ച ഭക്ത ശ്രേഷ്ഠനായിരിക്കുന്ന ഹനുമാൻ സ്വാമി തൻ്റെ പരമോന്നതമായിരിക്കുന്ന ഭക്തി പ്രഭാവം കൊണ്ട് ദ്വാരകാപുരിയിൽ സീതാരാമന്മാരെ കൺകുളിർക്കെ ദർശിച്ചിട്ടുണ്ട്. ചിന്മയാനന്ദ സ്വരൂപ ദർശിച്ച് മാനസ സംതൃപ്തി നേടിയ ആഞ്ജനേയ സ്വാമി കദളി വനത്തിലെത്തിയിട്ട് പഞ്ചേന്ദ്രിയങ്ങളെയും അടക്കി, അതായത് ഇന്ദ്രിയ നിഗ്രഹം വരുത്തിയിട്ട് ഏകാഗ്ര ചിത്തനായിക്കൊണ്ട് തൻ്റെ ഹൃദയക്ഷേത്രത്തിൽ, ഹൃദയത്തിനുള്ളിൽ സീതാരാമന്മാരെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ധ്യാനനിരതനായിക്കൊണ്ട് ആശ്രയിക്കുന്നവർക്ക് അഭയപ്രദായകനായിട്ട് അങ്ങനെ നിലകൊള്ളുകയാണ് ആഞ്ജനേയ സ്വാമി. ചിരഞ്ജീവിയായ മാരുതപുത്രൻ കൽപ്പാന്ത കാലത്തോളം ഭൂതലത്തിൽ വാണരുളി, അതായത് ചിരഞ്ജീവിയാണ് ആര്? ഹനുമാൻ സ്വാമി. ആ ഹനുമാൻ സ്വാമി കൽപ്പാന്ത കാലത്തോളം എന്താ ചെയ്യുന്നത്? ഭൂതലത്തിൽ വാണരുളിക്കൊണ്ട് ഭക്തരെ കാത്തു രക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അപ്പം ഹനുമാൻ സ്വാമി ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട് എവിടെയുണ്ട്? ഈ ഭൂമണ്ഡലത്തിലുണ്ട്. ശ്രീരാമനാമങ്ങളും രാമസങ്കീർത്തനങ്ങളും ഭക്തി പുരസരം എവിടെയെല്ലാം ധ്യാനിക്കുന്നുവോ, എവിടെയെല്ലാം നമ്മൾ ശ്രീരാമ നാമങ്ങളും ഭഗവാന്റെ നാമങ്ങളും പറയുന്നുവോ, അവിടെയെല്ലാം തന്നെ ആരുണ്ട്? ശ്രീരാമദാസനായിരിക്കുന്ന ഹനുമാൻ സ്വാമി പ്രത്യക്ഷനായും അപ്രത്യക്ഷനായും വരുന്നുണ്ടെന്നാ പറയുന്നത്. ഭഗവാന്റെ നാമങ്ങൾ നമ്മൾ എവിടെയെല്ലാം പറയുന്നുവോ അവിടെയെല്ലാം നമ്മുടെ ഭക്തോത്തമനായിരിക്കുന്ന ആഞ്ജനേയ സ്വാമി പ്രത്യക്ഷനായിട്ടും വരുന്നുണ്ട്, അപ്രത്യക്ഷനായിട്ടും വരുന്നുണ്ട്. കാരണം അദ്ദേഹം ചിരഞ്ജീവിയാണ്. അദ്ദേഹത്തിന് ചിരഞ്ജീവി ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഭഗവത് നാമം എവിടെയൊക്കെ ഉച്ചരിക്കുന്നുവോ അവിടെയെല്ലാം അദ്ദേഹം സന്നിഹിതനാണ്. രാമനാമ ജപങ്ങൾ ഭദ്രശ്രദ്ധയോടുകൂടി ഭക്തി പുരസരം ആസ്വദിക്കുന്നതാണ് ആര്? ഹനുമാൻ സ്വാമി. അപ്പം നമ്മളൊക്കെ എപ്പോഴും ഭഗവാന്റെ നാമം ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ അത് നല്ല ശ്രദ്ധയോടുകൂടി ആര് ആസ്വദിക്കുന്നു? ഹനുമാൻ സ്വാമി ആസ്വദിക്കുന്നുണ്ട്. ഭക്തരോടൊപ്പം ഇരുന്ന് രാമനാമ സങ്കീർത്തങ്ങൾ ആലപിക്കുന്നുണ്ട്. ആനന്ദ നൃത്തമാടുന്ന ഹനുമാൻ സ്വാമി ആഹ്ലാദഭരിതനായിരിക്കുകയാണ് രാമനാമത്തിൽ. ശ്രീരാമ ഭക്തന്മാർക്ക് സഹായിയായിട്ടും സഹോദരനായിട്ടും സംരക്ഷകനായിട്ടും അഭ്യുദയകാംക്ഷിയായിട്ടും സർവസങ്കട വിനാശനായിട്ടും ഹനുമാൻ സ്വാമി അങ്ങനെ വിളങ്ങാണ്. ആഞ്ജനേയ ദർശനം സിദ്ധിച്ചിട്ടുള്ളവരും വായുപുത്രന്റെ അനുഗ്രഹാശിസുകൾ നേടി ആധിയും വ്യാധിയും പീഡയും ദുഃഖങ്ങളും അകന്ന് സന്തുഷ്ട ചിത്തരായിട്ടുള്ള ഒരുപാട് കോടിക്കണക്കിന് ജനങ്ങളുണ്ടെന്നാ പറയുന്നത്. രാമനാമ മന്ത്രങ്ങൾ ഭജിക്കുന്ന മഠങ്ങളിലും ഭവനങ്ങളിലും ശ്രീരാമ ഭക്തനായിരിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹങ്ങൾ സിദ്ധിച്ച അനേകം സംഭവ കഥകളുണ്ട്. അവയിൽ ചില എന്താണ് നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം. അടുത്ത അധ്യായം കേൾക്കണോ ആർക്കെങ്കിലും? ദിവ്യ മാതാജി കേൾക്കണം. നമുക്ക് ഹനുമാൻ സ്വാമിയുടെ ആശ്രിത വത്സലനായിരിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ എന്ത് കേൾക്കാം? ഒരു കഥ കേൾക്കാം. കേൾക്കണോ വേണ്ടേ? കേൾക്കണോ വേണ്ടേ? കേൾക്കണോ വേണ്ടേ? പറയൂ. നമുക്കപ്പം അടുത്ത എന്താ മാതാജി പറയൂ മാതാജി പറയാം. ഹനുമാൻ സ്വാമിയുടെ ആശ്രിത വാത്സല്യം ഇതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മാറത്തയിലുള്ള തോർണ എന്ന് പറയുന്ന സ്ഥലത്ത്
മറാത്ത എന്നാണ് പറയുന്നത്, മറാത്ത എന്നൊക്കെ പറയുന്നു, കറക്റ്റ് സ്ഥലം എനിക്കറിയില്ല. ഹനുമാൻ മറാത്തയിലുള്ള തോർണ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സിദ്ധഭദ്രൻ എന്ന് പറയുന്ന മഹാപണ്ഡിതനായിരിക്കുന്ന ഒരു രാമഭക്തനുണ്ടായിരുന്നു. എന്താ പേര്? സിദ്ധഭദ്രൻ. ഒരു വലിയ രാമഭക്തനായിരുന്നു സിദ്ധഭദ്രൻ. സദ്ഗുണ സമ്പന്നനായിരുന്ന അദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ശ്രീരാമനാമ ഭജനങ്ങളും കഥാകാലക്ഷേപങ്ങളൊക്കെ ഇങ്ങനെ നടത്തി വന്നിങ്ങനെ വരികയാണ്. കുറേ കഥാപ്രസംഗങ്ങളും കഥകളും എല്ലാം ഇങ്ങനെ പറഞ്ഞ് രാമനാമ ഭജനങ്ങളെല്ലാം നടത്തി ഇങ്ങനെ വരികയാണ്. അതൊരു പതിവായിരുന്നു അദ്ദേഹത്തിന്. ഭക്തശ്രേഷ്ഠനായിരിക്കുന്ന, ഭയങ്കര ഭക്തിയായിരുന്നു കേട്ടോ സിദ്ധഭദ്രന്റെ. ശ്രുതി മധുരമായിരിക്കുന്ന രാമനാമ ഗീതകങ്ങളും രാമായണ കഥകളും കേൾക്കുന്നതിന് സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരുപാട് ജനങ്ങൾ തടിച്ചുകൂടും അദ്ദേഹത്തിന്റെ കഥകൾ കേൾക്കാൻ. പുരന്ദർ നഗരത്തിലെ ജനങ്ങളുടെ അപേക്ഷ അനുസരിച്ച് ഒരു ദിവസം അവിടെ നമ്മുടെ സിദ്ധഭദ്രർ എത്തുകയാണ്. പുരന്ദർ നഗരത്തിലെ ജനങ്ങൾ പറഞ്ഞു അദ്ദേഹം അവിടെ വന്നിട്ട്, സിദ്ധഭദ്രർ അവിടെ വന്നിട്ട് കഥ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം സന്ധ്യാസമയത്ത് നമ്മുടെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ കഥ പറയാൻ വേണ്ടി പുരന്ദർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആരെത്തുന്നു? സിദ്ധഭദ്രർ എത്തുകയാണ്. അങ്ങനെ എന്തുണ്ടായി? അദ്ദേഹം ആ ഒരു കഥ അങ്ങ് പറയാൻ തുടങ്ങി. കഥാകഥന മധുരിയില് ആകൃഷ്ടരായിട്ട് ആ കഥ അങ്ങ് കേട്ട് മനസ്സിലങ്ങ് സന്തോഷം കൊണ്ട് ആയിരം ഭക്തജനങ്ങൾ അങ്ങ് ഭജന മണ്ഡപത്തിൽ അങ്ങ് തടിച്ചുകൂടി. ശ്രീരാമ കഥകൾ കേട്ടിട്ട് അങ്ങ് പരമാനന്ദ നിർവൃതിയിൽ ഇരിക്കുകയാണ് ഭക്തരെല്ലാവരും. ശ്രീരാമ നവമി ദിവസം വന്നു. വിശേഷാൽ പൂജകളൊക്കെ നടത്തണമെന്ന് ഭക്തജനങ്ങൾ എല്ലാവരും കൂടെ കൂടിയാലോചിച്ചു. നല്ലൊരു സമയമൊക്കെ നോക്കി ശ്രീരാമസ്വാമിയുടെയും സീതാദേവിയുടെയും വിഗ്രഹമൊക്കെ പ്രതിഷ്ഠിച്ചു. പുണ്യാഗംഗജല തീർത്ഥത്താൽ അഭിഷേകം ചെയ്ത് സീതാരാമ വിഗ്രഹം അഗ്രപാദ്യാദികളാൽ സമുചിതം പൂജിച്ചു. എല്ലാ പൂജയും കാര്യങ്ങളെല്ലാം ചെയ്ത് അഭിഷേകമൊക്കെ ചെയ്തു. പന്തലിട്ട് തോരണങ്ങളൊക്കെ തൂക്കി ഭജന മണ്ഡപവും പരിസരവും ഒക്കെ ഒരുപാട് ഭംഗിയിലൊക്കെ മോടിയൊക്കെ പിടിപ്പിച്ചു. കുത്തുവിളക്കുകളും തൂക്കുവിളക്കുകളും നെയ്ത്തിരിയൊക്കെ ഇട്ട് കത്തിച്ചു. അഷ്ടഗന്ധവും സാമ്പ്രാണിയും ഒക്കെ പുകച്ച് മംഗളവാദ്യങ്ങളൊക്കെ മുഴക്കി ക്ഷേത്രങ്ങളൊക്കെ അത്രയും പവിത്ര ചൈതന്യത്തോടു കൂടി അങ്ങ് രാമനാമ ഭജന മണ്ഡപത്തിൽ ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ എന്തായി? ശ്രീവിദ്യാമ്മ മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടോളൂ, പ്രാർത്ഥിക്കാം. അങ്ങനെ ശ്രീരാമനവമി ദിവസത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആദ്യത്തെ ദിവസം തന്നെ തുടങ്ങി. ത്രികാല പൂജകളും സന്ധ്യാവേളയിൽ പ്രത്യേക ദീപാരാധനയും അതിനുശേഷം രാമനാമ സങ്കീർത്തന പാരായണവും ഭജനയും കഥാകാലക്ഷേപവും കെങ്കേമമായിട്ട് അങ്ങ് തുടങ്ങുകയാണ്. ഭക്തിലഹരിയില് ആനന്ദ തരളിതരായിട്ട് ഈശ്വര ചൈതന്യത്തോടു കൂടി എല്ലാവരും ഇങ്ങനെ വിളങ്ങി നിൽക്കുകയാണ്. നഗരവാസികളും ഗ്രാമജനങ്ങളും എല്ലാവരും ഭജന മണ്ഡപത്തിലേക്ക് വന്നു, ഭജന മഠത്തിലേക്ക് വന്നു. ഉദാരമതികളായിരിക്കുന്ന ഭക്തജനങ്ങൾ കുറച്ച് സംഭാവനകളൊക്കെ കൊടുത്ത് പാവപ്പെട്ടവർക്ക് അന്നേ ദിവസം അന്നദാനമൊക്കെ നടത്തി. പരമഭക്തനായിരിക്കുന്ന സിദ്ധഭദ്രൻ എന്ത് ചെയ്തു? ഹൃദയം അങ്ങ് ഇതെല്ലാം കണ്ട് സന്തോഷിച്ചു. എല്ലാം ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ കൃപാകടാക്ഷം തന്നെ എന്ന് അദ്ദേഹം അങ്ങ് ഉറപ്പിച്ചു. അങ്ങനെ കുറെ സത്പ്രവൃത്തികളെല്ലാം കണ്ട് അസൂയപ്പെട്ട ഒരു പറ്റം മതഭ്രാന്തന്മാർ, ഇവരുടെ ഈ പ്രവൃത്തികളെല്ലാം കണ്ട് ഒരു പറ്റം മതഭ്രാന്തന്മാർക്ക് കുറച്ച് അസൂയുണ്ടായി. അവരെന്ത് ചെയ്തു? ഏത് രീതിയിലാണ് ഈ സത്കർമ്മങ്ങളെല്ലാം അലങ്കോലപ്പെടുത്താൻ സാധിക്കുക എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. ശ്രീരാമ നവമി ആഘോഷം തടസ്സപ്പെടുത്തണമെന്ന് ഇവരെല്ലാവരും കൂടെ മനസ്സിൽ തീരുമാനിച്ചു. രാത്രി ഒരുപാട് കഴിഞ്ഞു. രാമകഥകളെല്ലാം കേട്ട് ആനന്ദത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് ഭക്തജനങ്ങൾ. ഈ മതഭ്രാന്തന്മാരെന്ത് ചെയ്തു? കുറച്ച് കല്ലുകളെല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് കൂകി വിളിച്ച് പരിഹാസമായിരിക്കുന്ന വാക്കുകളെല്ലാം പറഞ്ഞ് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഹിന്ദുമത വിദ്വേഷികളായിരിക്കുന്ന മതഭ്രാന്തന്മാർ കിണഞ്ഞ് പരിശ്രമിച്ചു. ദിവസവും ഇതുപോലെയുള്ള ഇവരുടെ പ്രവൃത്തി കൊണ്ട് ഭക്തജനങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടി. കുട്ടികളെയും കൊണ്ട് കഥാകാലക്ഷേപം, ഈ കഥകളൊക്കെ കേൾക്കാൻ അമ്മമാർക്കൊക്കെ പേടിയായി. കുട്ടികളെയും കൊണ്ട് ഈ കഥകളൊക്കെ
ഈ കഥകൾ കേൾക്കാൻ വേണ്ടി, സിദ്ധഭദ്രന്റെ കഥകളൊക്കെ കേൾക്കാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അമ്മമാർക്കൊക്കെ പേടിയായി. യുവതികളെല്ലാം തടഞ്ഞു നിർത്തി പരിഹസിച്ച് അവർ തലയിൽ ചൂടിയിരിക്കുന്ന പൂക്കളെല്ലാം വലിച്ച് എടുത്ത് ഉപദ്രവിച്ച് പരിഹാസ വചനങ്ങളെല്ലാം പറഞ്ഞ് ഭജനകളിൽ പങ്കെടുത്ത ആൾക്കാരെ എല്ലാം വീണ്ടും വീണ്ടും ഉപദ്രവിക്കാൻ തുടങ്ങി. ആകെപ്പാടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആകെ ഒരു വലിയ പ്രശ്നത്തിലോട്ട് അങ്ങ് പോകാൻ തുടങ്ങി. സത്പ്രവർത്തികൾക്കെതിരെ ഏർപ്പെട്ടിരിക്കുന്ന വെല്ലുവിളികളും മതവിദ്വേഷികളുടെ ഈ ഒരു കുതന്ത്ര പ്രയോഗങ്ങളെല്ലാം കൂടെ നമ്മുടെ സിദ്ധഭദ്രനെ വല്ലാതെ വിഷമിപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ഭക്തന്മാരും മതഭ്രാന്തന്മാരും തമ്മിൽ ഭയങ്കരം അടിയായി, ഭയങ്കര സംഭവമായി. ഇത് ഡെയിലി തുടരാൻ തുടങ്ങി. സ്വൈര്യവും സമാധാനവും നഷ്ടപ്പെട്ട് വർഗീയ വിദ്വേഷങ്ങളെല്ലാം ആളിപ്പടർന്ന് വലിയ വലിയ പ്രശ്നത്തിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കണ്ട് സിദ്ധഭദ്രന് ഭയങ്കര വിഷമം തോന്നി. പാടില്ല, പകപോക്കലും പകരം വീട്ടലും നല്ല വഴിക്കുള്ള ചിന്തയല്ല. ക്ഷമ, ആത്മനിയന്ത്രണം, ഈശ്വര സമർപ്പണം, ഇവയിൽ കൂടി മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടൊരു ഉത്തരം ഉണ്ടാവൂ എന്ന് സിദ്ധഭദ്രൻ ചിന്തിച്ചു. ഒരു തീരുമാനത്തിലെത്തിയ സിദ്ധഭദ്രൻ എന്ത് ചെയ്തു? തൻ്റെ അനുയായികളെയും ശ്രീരാമ ഭക്തരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്തു. അക്രമ പ്രവർത്തനങ്ങളൊന്നും പാടില്ല. ഭക്തിയിൽ കൂടി ഈശ്വര ആരാധനയിൽ കൂടി സകല കാര്യങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടാക്കണം. കുറ്റം ബോധ്യമാക്കാനും സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ വഴക്കും വക്കാണോ ഒന്നും പാടില്ല. സമാധാനത്തിലൂടെ മാത്രമേ അവർ ചെയ്യുന്ന തെറ്റുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ. കുറ്റങ്ങളെല്ലാം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നല്ല മനസ്സോടുകൂടി സീതാരാമ വിഗ്രഹത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് സിദ്ധഭദ്രൻ എന്ത് ചെയ്തു? ശ്രീരാമനാമ തിരുമന്ത്രങ്ങൾ അങ്ങനെ ഉരുവിട്ട് ബാഷ്പകണങ്ങൾ, അതായത് കണ്ണുനീരോടുകൂടി ഉപവാസം അനുഷ്ഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ നിരപരാധികളായ നാട്ടുകാരെയും ഈശ്വരനാമ സങ്കീർത്തനങ്ങൾ പറയുന്നവരെയും ആലപിച്ചുകൊണ്ട് ആത്മനിർവൃത്തി കണ്ടെത്തുന്ന ഈ സിദ്ധഭദ്രനെയും ദുഷ്ടന്മാരായ കുറേ മതവിദ്വേഷികൾ വന്ന് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി രാമനവമി ആഘോഷം നല്ല രീതിയിൽ മംഗളമാക്കി തരണമെന്നൊക്കെ എല്ലാവരും കൂടി ഭഗവാനോട് തിരുവുള്ളം കനിയണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭക്തന്മാരുടെ ദുഃഖങ്ങൾ അകറ്റി അവരെ ആപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ തൻ്റെ ഭക്തനായിരിക്കുന്ന ആഞ്ജനേയ സ്വാമിയോട് പ്രാർത്ഥിക്കണമെന്ന് ആര് പറഞ്ഞു? രാമൻ കൽപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ ഹനുമാൻ സ്വാമി ഒരു സാധാരണ വാനരനെ പോലെ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഈ പ്രാർത്ഥന സിദ്ധഭദ്രനും ഭക്തരും നടത്തിയപ്പോഴാണ് ശ്രീരാമസ്വാമി പറഞ്ഞത്, എൻ്റെ ഭക്തനായിരിക്കുന്ന ഭക്തരെ ആശ്വസിപ്പിക്കുന്ന ആശ്രയം നൽകുന്ന ആഞ്ജനേയ സ്വാമിയോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് ആഞ്ജനേയ സ്വാമിയോട് പ്രാർത്ഥന തുടങ്ങിയപ്പോഴേക്ക് അടുത്ത ദിവസം രാവിലെ തന്നെ കുറേ വാനരന്മാർ നഗരത്തിലെങ്ങും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ആ ദിവ്യ ദർശനം കണ്ടപ്പോൾ നമ്മുടെ ശ്രീരാമ ഭക്തന്മാർക്കെല്ലാം സന്തോഷം തോന്നി. വളരെ കുറച്ച് സമയം പോലെ തന്നെ പല സ്ഥലങ്ങളിലും ഒരുപോലെ പ്രത്യക്ഷപ്പെട്ട് മിന്നി മറഞ്ഞ ആ ആഞ്ജനേയ സ്വാമിയുടെ അത്ഭുതമായിരിക്കുന്ന പ്രവാഹങ്ങൾ നാട്ടിലെല്ലായിടത്തും അങ്ങ് കാട്ടുതീ പോലെ പടരാൻ തുടങ്ങി. വിദ്വേഷികളുടെ ചില ബന്ധുക്കൾ എന്ത് ചെയ്ത്? ശ്രീരാമ വിശ്വാസികളും ഭജനകളിൽ പങ്ക് വഹിക്കുന്ന ആൾക്കാരെയും മതഭ്രാന്തന്മാരുണ്ടല്ലോ, അവരുടെ കുറച്ച് ബന്ധുക്കളും ഈ ശ്രീരാമ ഭക്തന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. അവര് മതഭ്രാന്തന്മാരോട് ആഞ്ജനേയ സ്വാമി വന്നതിനെ കുറിച്ച് അറിയിച്ചു. ഈ മതഭ്രാന്തന്മാരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ആഞ്ജനേയ സ്വാമി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണമൊന്നുമില്ലാതെ പൂജാ സമയത്ത് കുഴപ്പങ്ങളൊന്നും സൃഷ്ടിച്ച് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കരുത്. അതുവഴി ദൈവത്തിന്റെ കോപം നിങ്ങൾക്ക് ഉണ്ടാവും, ആപത്തിൽ ചെന്ന് പെടും, നിങ്ങൾ ഉറപ്പാണ്. അതുകൊണ്ട് ഈ വക പരിപാടിക്കൊന്നും നിൽക്കരുതെന്ന് പറഞ്ഞു. ശ്രീരാമ കാരുണ്യ മഹിമകളും ആഞ്ജനേയ പ്രഭാവവും ഒക്കെ അവരെ പറഞ്ഞ് മതഭ്രാന്തന്മാരെ പറഞ്ഞ് ഈ വിശ്വാസികൾ ബോധ്യപ്പെടുത്തി. പക്ഷെ എന്തുമേതും പരിഹാസഭാവത്തോടു കൂടി കാണുന്ന ആൾക്കാരാണ് ഈ മതഭ്രാന്തന്മാർ. അവരോട് നല്ലതൊന്നും പറഞ്ഞു കൊടുത്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. എന്തോ എവിടെയോ അപ്രതീക്ഷിതമായി കാണപ്പെട്ട ഒരു ചാട്ടം പിഴച്ചു വന്ന കൊരങ്ങനെ കണ്ടിട്ട് ജനങ്ങൾ ഇങ്ങനെ കള്ളക്കഥ പറഞ്ഞ് നടക്കുകയാണെന്നാണ് ഈശ്വര വിശ്വാസികളെ ഈ മതഭ്രാന്തന്മാർ പുച്ഛിച്ചു. ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടാൽ ആ മരഞ്ചാടി മർക്കടനെ വകവെച്ചേക്കില്ല എന്ന് വെച്ച് കൊന്നുകളയുമെന്ന് ഈ മതഭ്രാന്തന്മാർ പറഞ്ഞു. വിഗ്രഹാരാധനയും വിശേഷ പൂജാവിധികളൊക്കെ നടത്തുന്ന ഈ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കബളിപ്പിച്ച് സമ്മർദ്ദ തന്ത്രങ്ങളിൽ കൂടി മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുകയാണ്, കാശുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ദേവന്മാരെ പൂജിക്കുന്നത് പോലെ മൃഗങ്ങളെയും പ്രകൃതിയെയും ആരാധിക്കുന്ന ഹിന്ദുക്കൾ നാട്ടിൽ അന്ധവിശ്വാസവും അനാചാരവും വളർത്തുകയാണ്. സധൈര്യം അവരോട് നേരിട്ട് വന്ന് യുദ്ധം ചെയ്യാൻ പറയും. അതിന് പറ്റൂല എന്നാണെങ്കിൽ വിശ്വാസികൾ അവരവരുടെ അടിമകളായി ജീവിക്കാൻ പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് മതവിശ്വാസികൾ ഭയങ്കര കോലാഹലം സൃഷ്ടിക്കുകയാണ്.
സംഘർഷാവസ്ഥ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുവരികയാണ്. പതിവ് പോലെ രാമനാമ സങ്കീർത്തനങ്ങളെല്ലാം എല്ലാവരും ജപിക്കാൻ തുടങ്ങി. തടിച്ചുകൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾ എന്തു ചെയ്തു? ശ്രീരാമനാമങ്ങൾ ഇങ്ങനെ ഉറക്കെ ജപിക്കുകയാണ് ഭക്തിയോടുകൂടി. പുറത്തു നിന്നിരുന്ന മതഭ്രാന്തന്മാർ അതിനനുസരിച്ച് കൂകി വിളിക്കാൻ തുടങ്ങി. കല്ലും മണ്ണും കമ്പും എല്ലായിടത്ത് ശ്രീരാമ ഭക്തന്മാരുടെ നേരെ എറിയാൻ തുടങ്ങി. പേടിച്ച ജനങ്ങൾ കൂട്ടത്തോടെ എഴുന്നേറ്റ് നിന്നു. ഭക്തശ്രേഷ്ഠനായിരിക്കുന്ന സിദ്ധഭദ്രൻ എന്ത് ചെയ്തു? ഹൃദയം നൊന്ത് സീതാരാമന്മാരെ പ്രാർത്ഥിച്ച ശേഷം ജനങ്ങളോട് പറഞ്ഞു, ഭക്തജനങ്ങളെ സംഭ്രമിക്കേണ്ട. ആശ്രിത വത്സലനായിരിക്കുന്ന സർവേശ്വരൻ ആശ്രയഹീനരായിരിക്കുന്ന നമ്മളെ തുണയ്ക്കാതിരിക്കില്ല. ദുഷ്ടന്മാരുടെ ദുഷ്പ്രവൃത്തികൾ കരുണാമയനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ പൊറുക്കുകയില്ല. സർവസങ്കട നിവാരണാർത്ഥം ഏവരും ഒരുപോലെ ശ്രീരാമനാമങ്ങൾ ഭക്തി പുരസരം ജപിക്കുവിൻ എന്നങ്ങ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭക്തജനങ്ങളെ നിങ്ങൾ പേടിക്കേണ്ട. ആശ്രിത വത്സലനായിരിക്കുന്ന സർവേശ്വരൻ ആശ്രയഹീനരായിരിക്കുന്ന നമുക്ക് എവിടെയും ആശ്രയിക്കാനില്ല. അങ്ങനെ ഇല്ലാത്ത നമ്മളെ ഒരിക്കലും തുണയ്ക്കാതിരിക്കില്ല ഭഗവാൻ. ദുഷ്ടന്മാരുടെ ദുഷ്ടപ്രവർത്തികൾ കരുണാമയനായിരിക്കുന്ന ശ്രീരാമചന്ദ്രപ്രഭു ഒരിക്കലും ക്ഷമിക്കില്ല. സർവസങ്കട നിവാരണാർത്ഥം നമ്മുടെ എല്ലാ ദുഃഖങ്ങൾ മാറണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഏവരും എന്ത് ചെയ്യാ? ഒരുപോലെ ശ്രീരാമനാമ ജപങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. സിദ്ധഭദ്രൻ പറഞ്ഞതനുസരിച്ച് ഭക്തജനങ്ങൾ എല്ലാവരും ഒന്നടങ്കം ശ്രീരാമനാമം ഉരുവിടാൻ തുടങ്ങി. ഭക്തി ലഹരിയില് അന്തരീക്ഷം അങ്ങ് മുഖരിതമായി. ഒരു സാധാരണ വാനരന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ശ്രീരാമദാസനായിരിക്കുന്ന ആഞ്ജനേയ സ്വാമി എന്തേത്? മണ്ഡപത്തിന്റെ മധ്യത്തിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. ആവേശഭരിതരായിരിക്കുന്ന ഭക്തജനങ്ങൾ ഹരേ രാമ ജയ ജയ ആഞ്ജനേയ ജയ ജയ വായുപുത്ര എന്ന് ഉറക്കെ ഉറക്കെ അങ്ങ് തിരുനാമങ്ങൾ ജപിച്ചു. കൈതൊഴുത് കണ്ണീരോടുകൂടി സിദ്ധഭദ്രൻ എന്ത് ചെയ്ത്? മൗനമായിട്ട് ഏകാഗ്ര ചിത്തനമായിട്ട് അങ്ങ് ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭക്തജനങ്ങളുടെ ഒന്നടങ്ങുള്ള രാമജപം കേട്ടപ്പം മതഭ്രാന്തന്മാർ അവരെ അങ്ങ് പരിഹസിച്ചു. കൂകി വിളിച്ച് അവർ വീണ്ടും വീണ്ടും മണ്ഡപത്തെ ലക്ഷ്യമാക്കി കല്ലുകൾ എറിഞ്ഞു. അടുത്ത സമയം തന്നെ ശ്രീരാമ വിഗ്രഹത്തിന്റെ പിന്നിൽ നിന്ന് രാമഭക്തനായിരിക്കുന്ന ഹനുമാൻ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. അഷ്ടദിക്കുകളും കിടിലം കൊള്ളുന്ന രീതിയിൽ അത്യുച്ചത്തിൽ ഹനുമാൻ സ്വാമി അങ്ങ് അലറി. ആ അലർച്ച കേട്ട് പേടിച്ച മതഭ്രാന്തന്മാർ 4 പാടും ഓടി. അവരെ പിന്തുടർന്ന് പിടിച്ചിട്ട് ഹനുമാൻ സ്വാമി എന്ത് ചെയ്ത്? ചാടി പിടിച്ച് കാതും മൂക്കും ഒക്കെ കടിച്ചിങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ തുപ്പിക്കളഞ്ഞു. മറ്റു ചിലരെയൊക്കെ വാലുകൊണ്ട് അടിച്ച് ഹനുമാൻ സ്വാമി അവശരാക്കി. സിദ്ധഭദ്രനും ഭക്തന്മാരും ഭക്തിയോടുകൂടി രാമനാമങ്ങൾ ജപിക്കാൻ തുടങ്ങി. രാമനവമി ആഘോഷം നല്ല ഭംഗിയായിട്ട് ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ സന്തോഷത്തോടുകൂടി ആഘോഷിച്ചു. തക്കതായ ശിക്ഷ ലഭിച്ചിട്ടും ദുർഗുണന്മാരായ മതവിദ്വേഷികൾക്ക്, മോശം രീതിയിൽ ജീവിച്ച മതവിദ്വേഷികൾക്ക് മാനസാന്തരം വന്നില്ല. മനസ്സ് മാറിയില്ല. ഇത്ര അടി കിട്ടിയിട്ടും വാനരൻ പ്രത്യക്ഷപ്പെട്ടതും തങ്ങളെ കടന്നാക്രമിച്ചതും സിദ്ധഭദ്രന്റെ മായാതന്ത്രങ്ങളാണെന്നും ദുർമന്ത്രവാദിയായിരിക്കുന്ന സിദ്ധഭദ്രൻ നാടിന് ആപത്തുണ്ടാക്കുമെന്നും ഭരണാധികാരിയായ നവാബിനോട് അവർ പോയി പറഞ്ഞു. സിദ്ധഭദ്രൻ ആരാണ്? ദുർമന്ത്രവാദിയാണെന്ന് പറഞ്ഞു. നാടിന് ആപത്തുണ്ടാക്കുന്നും പറഞ്ഞു. അവിടുത്തെ അന്ന് നാട് ഭരിച്ച നവാബിനോട് പറഞ്ഞു. സിദ്ധഭദ്രനെ പിടിച്ചുകെട്ടി ഹാജരാക്കാൻ നവാബ് ഭടന്മാരോട് പറഞ്ഞു. നവാബിന്റെ ഭടന്മാർ വന്നിട്ട് എന്ത് ചെയ്ത്? സിദ്ധഭദ്രന്റെ വീട്ടിലെത്തി രാജകൽപ്പന അറിയിച്ചു. നവാബിന്റെ കൽപ്പന മാനിച്ച് സിദ്ധഭദ്രൻ എന്ത് ചെയ്തു? ഒരു വിസമ്മതവും പറഞ്ഞില്ല. ശരി, ഓക്കെ, എനിക്ക് ഒരു സമാധാനക്കേടും ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രമൂർത്തിയെയും മാരുതപുത്രനെ, അതായത് ആഞ്ജനേയ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നേരെ നമ്മുടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭടന്മാരുടെ കൂടെ സിദ്ധഭദ്രൻ എവിടേക്ക് ചെന്നു? കൊട്ടാരത്തിലേക്ക് ചെന്നു. മന്ത്രിമാരുടെയും മറ്റുള്ള പ്രമുഖന്മാരുടെയും മുമ്പിൽ വെച്ച് നവാബ് സിദ്ധഭദ്രനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. നവാബ് ചോദിക്കുകയാണ്, സിദ്ധഭദ്ര, ഭക്തി കുറ്റകരമാണെന്ന് നാം അഭിപ്രായപ്പെടുന്നില്ല. പക്ഷെ അത് മറ്റുള്ളവരുടെ സ്വൈര്യ ജീവിതത്തിന് ഭംഗം സൃഷ്ടിക്കുമെങ്കിൽ ഭരണാധികാരി എന്ന നിലയിൽ നാം ആ പ്രവണതയെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങൾ മായാതന്ത്രവാദങ്ങളിൽ കൂടി വാനരനെ വരുത്തിയെന്നും അതുമൂലം ജനങ്ങളെ ആ വാനരൻ ആക്രമിച്ചുവെന്നും പരാതികൾ ഉയർന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ സിദ്ധഭദ്രൻ പറഞ്ഞു, ഞാൻ നിരപരാധിയാണ്. മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ മന്ത്രജാലങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനും മറ്റുള്ള ഭക്തന്മാരും കൂടി നടത്തിയ ശ്രീരാമനവമി പൂജയിൽ വിവരദോഷിയായ ചില മതവിദ്വേഷന്മാർ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി. ഹൃദയം നൊന്തുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അലിവ് തോന്നിയ ശ്രീരാമചന്ദ്രപ്രഭു തൻ്റെ ആശ്രിതനായിരിക്കുന്ന ആഞ്ജനേയനെ നിയോഗിച്ച് ഭക്തജനങ്ങളെ രക്ഷിച്ചു.
അല്ലാതെ മറ്റൊരു സംഭവവും അവിടെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ നവാബ് പറഞ്ഞു, ഈ പറയുന്ന കെട്ടുകഥകൾ നാം വിശ്വസിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോ സിദ്ധഭദ്രൻ പറഞ്ഞു, കെട്ടുകഥകളോ കടങ്കഥകളോ ആരെയും വ്യാമോഹിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. കാര്യലാഭങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ഈശ്വര മാഹാത്മ്യങ്ങൾ പറഞ്ഞ് ആത്മീയ മാർഗങ്ങൾ ഉപദേശിക്കുന്ന ഒരു സാധാരണ ശ്രീരാമദാസൻ മാത്രമാണ് ഞാൻ. ഉടനെ നവാബ് പറയാണ്, സിദ്ധഭദ്ര, നിങ്ങൾ ധിക്കാരമായി സംസാരിക്കുന്നു. അപ്പൊ സിദ്ധഭദ്രൻ പറഞ്ഞു, ഇല്ല, സത്യം പറയുന്നവൻ ആരുടെയും മുമ്പിൽ ശിരസ് നമിക്കേണ്ട കാര്യമില്ല. എന്റെ വാക്കുകൾ പതറുകയുമില്ല. ഇപ്പൊ നവാബ് പറയാണ്, ഓഹോ, നിങ്ങൾ പറയുന്നത് എന്തും ഞങ്ങൾ വിശ്വസിക്കണമെന്നാണോ പറയുന്നത്? സിദ്ധഭദ്രൻ പറഞ്ഞു, എന്നു ഞാൻ പറയുന്നില്ല. നടന്ന സംഭവങ്ങൾ ഈശ്വര കൃപ കൊണ്ട് മാത്രം സംഭവിച്ചതായിരുന്നു. എനിക്കു വേണ്ടി സാക്ഷിയായി ഈശ്വരനെ വരുത്തുവാനോ അദ്ദേഹത്തെ വിചാരണ ചെയ്യുവാനോ ഞാൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി സർവേശ്വരനെ പഴിചാരുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നവാബ് ചോദിച്ചു, നമ്മുടെ രാജ്യത്ത് കുഴപ്പം സൃഷ്ടിക്കുന്നവർക്കുള്ള ശിക്ഷ എന്താണെന്ന് താങ്കൾക്ക് അറിയുമോ? സിദ്ധഭദ്രൻ പറഞ്ഞു, ഇതിനു മുമ്പ് ഒരിക്കൽ പോലും രാജ്യദ്രോഹ കുറ്റം ചുമത്തി വിചാരണകൾക്ക് ഉൾപ്പെടാത്തത് കൊണ്ടും രാജ്യകാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് എന്നെ പോലെയുള്ള മതപ്രവാചകന്മാരുടെ ജോലി അല്ലാത്തത് കൊണ്ടും അതിനെപ്പറ്റി യാതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതറിയണമെന്ന് താല്പര്യവും ഇല്ല. അപ്പൊ നവാബ് പറഞ്ഞു, എങ്കിലും കേട്ടോളൂ, വർഗീയ ചിന്താഗതികൾക്ക് തീ കൊളുത്തി മതസംഘടനകൾ ഉളവാക്കുന്നവർക്ക് നമ്മുടെ രാജ്യത്ത് മരണശിക്ഷയാണ് വിധിക്കപ്പെട്ടത്. അപ്പൊ സിദ്ധഭദ്രൻ പറഞ്ഞു, മരണം നവാബിനെയും എന്നെയും മറ്റുള്ളവരെയും ഒരുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ആക്രമിക്കുന്ന പ്രതിഭാസമാണ് മരണം. നാളെ എന്നുള്ളത് ഇന്നു തന്നെ ഭവിക്കുമെങ്കിൽ ഞാൻ അതിൽ കുണ്ഠിതപ്പെടുന്നില്ല, ദുഃഖിക്കുന്നുമില്ല. അപ്പോ നവാബ് പറഞ്ഞു, സിദ്ധഭദ്ര, വീണ്ടും നിങ്ങൾ നമ്മുടെ സഭയെ അവഹേളിക്കുന്നു. അപ്പൊ സിദ്ധഭദ്രൻ പറഞ്ഞു, ഇല്ല, കുറ്റകൃത്യങ്ങൾ ചെയ്ത് പാപകർമ്മങ്ങൾ ചെയ്ത് നിന്ദ്യനായി മരണപ്പെടുന്നതിനേക്കാൾ ഈശ്വരനാമങ്ങൾ ജപിച്ചു എന്നുള്ള കുറ്റത്തിന് മരണപ്പെടുന്നതിൽ എത്രയോ സന്തോഷിക്കേണ്ടിയിരിക്കുന്നു. നാം അതിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നവാബ് പറയാണ്, നിങ്ങളുടെ ദൈവം രക്ഷിക്കെത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പൊ സിദ്ധഭദ്രൻ പറയാണ്, ദൈവത്തോട് അങ്ങനെ ചെയ്യണമെന്ന് കൽപ്പിക്കുവാൻ ഞാൻ അശക്തനാണ്. അദ്ദേഹം നൽകുന്നത് എന്തും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുവാൻ ഞാൻ സന്നദ്ധനുമാണ്. എന്നെ രക്ഷിക്കാൻ വരുവാൻ എനിക്ക് ഈശ്വരനോട് കൽപ്പിക്കാൻ കഴിയില്ല. അപ്പം നവാബ് പറഞ്ഞു, എങ്കിൽ നാം നിങ്ങൾക്ക് മരണശിക്ഷ നൽകുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലോ? സിദ്ധഭദ്രൻ പറയാണ്, എന്റെ വിധി അതാണെങ്കിൽ അതിൽ നിന്ന് ഒളിച്ചോടുവാനോ രക്ഷപ്പെടുവാനോ വേണ്ടി ഞാൻ അസത്യം പറയില്ല, ആരോടും കരുണ യാചിക്കുകയുമില്ല. അപ്പൊ നവാബ് പറഞ്ഞു, ഭജന സമയത്ത് ആഗതനായി പൊതുജനങ്ങളെ ആക്രമിച്ച വാനരൻ എപ്രകാരമാണ് അവിടെ എത്തിയത്? സിദ്ധഭദ്രൻ പറയാണ്, വാനരൻ ആഗതനായി എന്ന് പറയുന്നത് വാസ്തവം തന്നെ. പക്ഷേ പൊതുജനങ്ങളെ ആക്രമിച്ചു എന്ന് പറയുന്നത് സത്യമല്ല. 10,000-കണക്കിന് ഭക്തജനങ്ങൾ കൂടി നിന്നപ്പോൾ അവരിൽ ഒരാളെ പോലും ആക്രമിക്കാതെ പുറത്തുനിന്ന് അസഭ്യങ്ങൾ വിളിച്ചു പറയുകയും കല്ലെറിയുകയും ചെയ്ത ചില മതഭ്രാന്തന്മാരെ ആഞ്ജനേയൻ വിരട്ടി ഓടിച്ചത് സത്യമാണ്. അതൊരു കുറ്റകരമായ പ്രവൃത്തിയായി നാം കരുതുന്നില്ല. രാജനീതി പൊതുജനങ്ങൾക്ക് ന്യായം നൽകുവാൻ ഉദാസീനത കാട്ടിയപ്പോൾ ദൈവം നീതി പുലർത്തിയെന്ന് മാത്രം. ഹരേ കൃഷ്ണ പ്രഭുധന്വൻ പ്രണാമം. അപ്പൊ നവാബ് പറഞ്ഞു, ഭരണാധികാരികൾക്ക് പിഴ സംഭവിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവം സഹായത്തിനെത്തുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ സിദ്ധഭദ്രൻ പറഞ്ഞു, അതെ, തീർച്ചയായും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പൊ നവാബ് ചോദിക്കാണ്, ഓഹോ, എങ്കിൽ നിങ്ങളെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടക്കുവാൻ നാം കൽപ്പിക്കുന്നു. ആരെവിടെ? ഉടനെ ഒരു ഭടൻ വന്നിട്ട് പറഞ്ഞു, ഉത്തരവ് പ്രഭു. അപ്പൊ നവാബ് പറയാണ്, ഇയാളെ ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കൂ. ഭടൻ പറഞ്ഞു, ഉത്തരവ് പ്രഭു എന്ന് പറഞ്ഞു.
അങ്ങനെ നവാബ് പറഞ്ഞതനുസരിച്ച് ഭടന്മാരെന്ത് ചെയ്ത് സിദ്ധഭദ്രനെ കെട്ടി കാരാഗൃഹത്തിൽ കൊണ്ടുപോയി അടച്ചു. ഒരു പേടിയും കൂടാതെ ഭടന്മാരുടെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോയ സിദ്ധഭദ്രന്റെ ആത്മധൈര്യം കണ്ട് നവാബ് അങ്ങ് ആശ്ചര്യപ്പെട്ട് നിൽക്കുക. ഒരു കുറ്റവാളിക്ക് അപ്രകാരം ധൈര്യസമേതം കാരാഗൃഹത്തിലേക്ക് തൻ്റെ ഇടത്തോടുകൂടി നടന്നു പോകാൻ സാധിക്കില്ല. ഒരു പക്ഷേ സിദ്ധഭദ്രൻ തന്നോട് പറഞ്ഞതൊക്കെ വാസ്തവമായിരിക്കൂ. തന്നോട് പരാതിപ്പെട്ടവരുടെ വാക്കുകൾക്ക് സിദ്ധഭദ്രന്റെ വാഗ്ഗതിയെ പോലെ തെളിവോ വെളിവോ ദൃഢതയോ ഇല്ല. നവാബിന്റെ ഹൃദയത്തിൽ സംശയങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. നിരപരാധിയായ ഒരുത്തനെ ശിക്ഷിക്കുവാൻ താൻ കൽപ്പിച്ചോ എന്ന് നവാബിനൊരു സംശയം. അദ്ദേഹത്തിന്റെ മനസ്സ് വളരെയധികം അസ്വസ്ഥതപ്പെടാൻ തുടങ്ങി. വളരെ വൈകിയാണ് ഒന്ന് കിടക്കാൻ സാധിച്ചത്, ഒന്ന് ഉറങ്ങാൻ സാധിച്ചത്. ആർക്ക്? നവാബിന്. മയക്കത്തിലും ഒരുപാട് ചിന്താഗതികൾ ഇങ്ങനെ നവാബിന്റെ മനസ്സിലിങ്ങനെ വരാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ശയനമുറിയിൽ അജ്ഞാതമായ, ആ നവാബ് കിടക്കുന്ന മുറിയിൽ ഒരു അജ്ഞാതമായിരിക്കുന്ന ഒരു ദിവ്യ ജ്യോതിസ് പ്രത്യക്ഷപ്പെട്ടതുപോലെ, ഒരു പ്രകാശം വന്നതുപോലെ തോന്നി. എന്താണത്? അർദ്ധപ്രജ്ഞാവസ്ഥയിൽ നവാബ് ഇങ്ങനെ നോക്കുകയാണ്. ഇതെന്താ അത്? പകുതി ഉറക്കത്തിൽ ശാന്തകാരനായിരിക്കുന്ന തേജസ്വരൂപൻ, മംഗളവദന കാന്തി വിലസുന്ന തരുണീമണി സമേതനായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇവരായിരിക്കുമോ സീതാരാമന്മാർ? അപ്പോ അവരുടെ പാതാരവിന്ദങ്ങളിൽ വന്ദിച്ചുകൊണ്ട് ഭവ്യതയോടെ ഉപവിഷ്ടനായിരിക്കുന്നവൻ ആരായിരിക്കും? സീതാരാമന്മാരുടെ പാതാരവിന്ദങ്ങളിൽ ഭവ്യതയോടുകൂടി ഇരിക്കുന്നവൻ ആരാണ്? വാനര രൂപിയായിരിക്കുന്ന അവനായിരിക്കുമോ ആഞ്ജനേയൻ? നവാബിന് വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ സാധിച്ചില്ല. സിദ്ധഭദ്രനോ സഭാമണ്ഡപത്തിൽ വിവരിച്ച സീതാരാമന്മാരും മാരുതിയും താൻ കിടക്കുന്ന മുറിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിരിക്കുന്നത് തങ്ങളുടെ ഭക്തൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി വന്നതല്ലേ? ഉറക്കമോ ഉണർവോ എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഉണർന്നിരിക്കുകയാണോ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്ന് നവാബിന് പോലും പറ്റുന്നില്ല. നവാബിന്റെ ഹൃദയം അങ്ങ് ആശയക്കുഴപ്പത്തിലായി, ആകെ അസ്വസ്ഥമായി. നീതി പാലിക്കേണ്ട താൻ നിരപരാധിയായിരിക്കുന്ന ഒരു ഭക്തനെ ശിക്ഷിച്ചിരിക്കുന്നുവല്ലോ. പാടില്ല, പാടില്ല. അധികാരപീഠത്തിൽ ഇരിക്കുമ്പോൾ അനീതി നടപ്പാക്കിക്കൂടാ. സിദ്ധഭദ്രൻ കുറ്റവാളിയല്ല, നിരപരാധിയാണ്. താൻ തെറ്റു ചെയ്തു പോയോ എന്ന് ബോധ്യമായതോടെ നവാബ് പശ്ചാത്തപിക്കാൻ തുടങ്ങി. സിദ്ധഭദ്രനെ മോചിപ്പിക്കണമെന്ന് നവാബ് തീരുമാനിച്ചു. സിദ്ധഭദ്രൻ നിരപരാധിയാണ്. സത്യം അന്വേഷിച്ചറിയാതെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്ന അരജൻ ധർമ്മം പിഴയ്ക്കുന്നവനാണ്. മതചിന്താഗതികൾക്കും വർഗസ്നേഹത്തിനും അതീതമായി നിലകൊള്ളേണ്ട ഒന്നാണ് രാജനീതി. ഇത് കേട്ട് അശരീരി വചനങ്ങളായിരുന്നു ഇത്. ആരോ പറയുന്നത് പോലെ തോന്നി. നവാബ് അങ്ങ് ഞെട്ടിയുണർന്നു. സീതാരാമന്മാരെയും മാരുതനെയും റൂമിലൊക്കെ, ആ ശയനമുറിയിൽ, ആ കിടക്കുന്ന റൂമിൽ എല്ലായിടത്തും നോക്കി. എവിടെ ആരും ഇല്ല, ജ്യോതിസും ഇല്ല. സത്യം വെളിപാടെന്നതുപോലെ പ്രത്യക്ഷപ്പെട്ട് തനിക്ക് ബോധം നൽകിയിരിക്കുകയാണെന്ന് ഈ നവാബിന് മനസ്സിലായി. നവാബ് എന്ത് ചെയ്തു? കാവൽ ഭടന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, സിദ്ധഭദ്രനെ ഉടനെ തന്നെ മോചിപ്പിച്ച് തന്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞു. നവാബ് പറഞ്ഞതനുസരിച്ച് കാരാഗൃഹത്തിലെത്തിയ കാവൽ ഭടന്മാരെന്ത് ചെയ്തു? കാരാഗൃഹത്തിന്റെ വാതിലങ്ങ് തുറന്നു. രാത്രിയുടെ 3-ാം യാമത്തിൽ തടവറ തുറക്കുന്നത് കണ്ടപ്പോ സിദ്ധഭദ്രൻ ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കുകയാണ്. ഭടന്മാരെ, എന്താണിത്? ആരും അറിയാതെ ഈ പാതിരാത്രി സമയത്ത് രഹസ്യമായി എന്നെ വധിക്കുവാൻ നിങ്ങളുടെ നവാബ് തിരുമനസ് നിങ്ങളോട് കൽപ്പിച്ചോ? അത് കേട്ട് അപ്പൊ ഭടന്മാര് പറയാണ്, അല്ല, താങ്കളെ ഉടൻ തന്നെ മോചിപ്പിച്ച് കൊട്ടാരത്തിൽ എത്തിക്കുവാനാണ് നവാബ് തിരുമനസ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ട് സിദ്ധഭദ്രൻ അങ്ങ് അത്ഭുതപ്പെട്ടു. ഈ പാതിരാത്രിയിൽ എന്തിനായിട്ടാണ് തന്നെ നവാബ് കാണാൻ ആഗ്രഹിക്കുന്നത്? സിദ്ധഭദ്രൻ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. രാജകൊട്ടാരത്തിലെത്തിയ സിദ്ധഭദ്രനെ കൈകൾ കൂപ്പി നിന്ന് സ്നേഹത്തോടുകൂടി നവാബ് സ്വീകരിച്ചു. വിലയേറിയ കുറെ സമ്മാനങ്ങളൊക്കെ നൽകി സിദ്ധഭദ്രനെ ബഹുമാനിച്ച് നവാബ് എന്ത് ചെയ്ത്? ആരാധനാലയം പണികഴിപ്പിക്കാൻ പറഞ്ഞു. വിശേഷാൽ പൂജകൾ നടത്താനും സകലവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തരാൻ ഉറപ്പുകൊടുത്തു. സത്യസന്ധനായിരിക്കുന്ന കാര്യങ്ങൾ അന്വേഷിച്ചറിയാതെ ധൃതിപ്പെട്ട് ഒരു ഭക്തനെ കാരാഗൃഹത്തിലേക്ക് അടയ്ക്കുവാൻ കൽപ്പിച്ചത് എന്തിനാണെന്ന് ഈ നവാബിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. നവാബ് എന്ത് ചെയ്തു? സിദ്ധഭദ്രന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു. മേലാൽ ഇപ്രകാരമുള്ളൊരു തെറ്റുകളും സംഭവിക്കാൻ ഇടവരരുതേ എന്ന് ഭഗവാനോട് യാചിച്ചു. നവാബിന്റെ മനസ്സ് മാറിയപ്പം സന്തോഷിച്ച സിദ്ധഭദ്രൻ താൻ അവിവേകിയായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നോട് ക്ഷമിക്കണേ എന്ന് യാചിച്ചു.
സീതാരാമന്മാരുടെയും ആഞ്ജനേയന്റെയും അത്ഭുത പ്രഭാവ മഹിമകൾ കൊണ്ട് സകല സങ്കടം അകലുന്നതിൽ ആഹ്ലാദഭരിതനായിരിക്കുന്ന സിദ്ധഭദ്രൻ എന്ത് ചെയ്തു? നവാബിന്റെ സന്മനസ്സിനെ മനസ്സിലാക്കി അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു. തൻ്റെ ബാക്കി ജീവിതകാലം മുഴുവൻ ഈശ്വരപാദ സേവയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് സിദ്ധഭദ്രൻ യാത്ര പോയി. ഇനി നമുക്ക് തുളസീദാസനും ശ്രീ ഹനുമാനും നാളെ എടുക്കാം. എടുത്താൽ തീരും. ഞാൻ പോയിട്ട് മറ്റേ കാര്യമൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. അതല്ല, ആ ചാപ്റ്റർ വലിയ ചാപ്റ്ററാണ്, 10 കൊണ്ട് തീരില്ല. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി ക്ലാസ് നാളെ എടുക്കാം. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാ കാരുണ്യങ്ങളും ഈശ്വരൻ്റെ കൃപാ കടാക്ഷവും നിങ്ങളിൽ എല്ലാവരിലും നിറയട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഓക്കെ, ആഞ്ജനേയ സ്വാമി നിങ്ങളെല്ലാവരെയും രക്ഷിക്കട്ടെ. നല്ല ഭക്തരായി അഹങ്കാരവും ആടയാഭരണങ്ങളും അമിതമായിരിക്കുന്ന ജാടയും ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ജീവിക്കാം. സ്നേഹത്തോടെ നല്ല മനസ്സോടെ ജീവിച്ചിട്ട് അതല്ലേ വേണ്ടത്. മഹാഭാരതം ബുക്ക് കാണണ്ടേ? രണ്ട് വോളിയൂംസ് ആണ്. അപ്പോൾ ആർക്കൊക്കെയാണോ ആവശ്യമുള്ളത് വേഗം പറയുക. മഞ്ജരീസിൻ്റെ നമ്പറിൽ ഇപ്പം താഴേക്കൊരു മെസ്സേജ് തരിക. 93 42 49 49 41. ഈ ബുക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടുക. 2 വോളിയൂംസ് ആണ്. ഞാൻ ആ ഗ്രൂപ്പിൽ കയറിയാലാണ് എൻ്റെ മനസ്സ് എന്തായാലും ഇന്ന് അപ്സെറ്റായി പോകും. സാരമില്ല, ശരിയോ. ഒരുപാട് മഹാഭാരതമാണിത്. എല്ലാവരും വാങ്ങി വെക്കും. ആവശ്യമുള്ളവർ, നല്ല ബൈൻഡിങ് ആണ്, നല്ല ബുക്കാണ്. ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ തരും. കാരണം ഇനി നാളെയും കൂടെ ഞാൻ അയച്ചു തരും. അത് കഴിയുമ്പോൾ അയക്കാൻ കഴിയില്ല എനിക്ക്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മഹാഭാരതം ആവശ്യമുള്ളവർ പറയും. ഇതാണ് ഞാൻ ക്ലാസ് എടുക്കുന്ന മഹാഭാരതം. ഓക്കെ, ഗദ്യമാണ്, ഗദ്യം കഥാരൂപത്തിലാണ്. അയ്യോ, പ്രീത മാതാജി, ടേക്ക് റെസ്റ്റ് ടൈറ്റ്ലി. ആരോഗ്യം സൂക്ഷിക്കൂ. ഞാൻ കഴിച്ചു അമ്മ. എപ്പോഴും ക്ലാസ് കഴിഞ്ഞിട്ടാണ് കഴിക്കുക. ഇന്ന് ക്ലാസ്സിന് മുമ്പേ കഴിച്ചൂല്ലേ, അത് നന്നായി. ഇല്ലെങ്കിൽ ഷാനുചേട്ടൻ്റെ കാര്യം അറിയുമ്പോൾ എനിക്ക് അങ്ങോട്ട് കഴിക്കാനൊരു മനസ്സ് വരില്ല. ഇന്ന് എന്താ അറിയില്ല, ഭഗവാൻ ക്ലാസ്സിന് മുമ്പേ കഴിപ്പിച്ചു. കഞ്ഞി, ചെറുപയർ ഫ്രൈ, കണ്ണിമാങ്ങ അച്ചാർ, പപ്പടം. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇത് നോക്കിയിരുന്ന് കഴിക്കില്ലായിരുന്നു. ഇപ്പോൾ ഓക്കെ, ഹെൽത്ത് ഓക്കെയാണ്, കുഴപ്പമില്ല. ഇനി ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യും. എന്താ പറ, ആവശ്യമില്ലാത്ത ഓരോ കാര്യം. കഥ പറയാനൊന്നും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. മാക്സിമം ലൈവ് ഷെയർ ചെയ്യൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ അലങ്കാര പൂജ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? അതെ അതെ, എല്ലാം ദൈവഹിതം. എങ്ങനെയുണ്ട് ഗുരുവായൂർ മഞ്ജരീസ് ഇറക്കുന്ന ഉച്ചപൂജ അലങ്കാരം? അതെ, ഇന്ന് ഭഗവാൻ നേരത്തെ കഴിപ്പിച്ചു. അല്ലെങ്കിൽ ഞാൻ കഴിക്കേയല്ല, ക്ലാസ് കഴിയാതെ ഞാൻ കഴിക്കില്ല ഭക്ഷണം. എനിക്കിഷ്ടമല്ല ഭക്ഷണം ക്ലാസ് എടുക്കുന്നതിൻ്റെ മുമ്പേ കഴിക്കുന്നത്. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ.
ഓ വളരെ സൂപ്പർ. ഉച്ചപൂജ അലങ്കാരം ഷെയർ ചെയ്യണം കേട്ടോ. അതെ അതെ ത്രിവേണിയമ്മ വളരെ നന്നായി. അല്ലെങ്കിൽ എൻ്റെ മനസ്സാകെ ഒന്ന് വിളിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർന്നാൽ തീരായിരുന്നു. പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ക്ഷേത്രമഞ്ജരി ഇഷ്ടപ്പെട്ടോ? ഉച്ചപൂജ അലങ്കാരം ക്ഷേത്രമഞ്ജരി. ഇന്നിപ്പോൾ ക്ഷേത്രമഞ്ജരി ഒന്നും റെക്കോർഡ് ചെയ്യാനുള്ളൊരു മനസ്സില്ല. ഇന്നലെ നമ്മൾ രാത്രിയായിരുന്നു അല്ലേ റെക്കോർഡ് ചെയ്തത്? 1 മണിയൊക്കെ ആയപ്പോഴാണ് ക്ഷേത്രമഞ്ജരിയൊക്കെ റെക്കോർഡ് ചെയ്തത്. റെഡിയായി വന്നപ്പോൾ അവർ റെഡിയാക്കിയപ്പോഴത്തേക്ക് 2 മണി. ഇന്നിപ്പോൾ എനിക്ക് അതിലൊന്നും ഒരു കോൺസെൻട്രേഷൻ, ഇന്ന് ഞാൻ എന്താ കഥ പറഞ്ഞതെന്ന് എൻ്റെ മൈൻഡിൽ തന്നെ നിൽക്കുന്നില്ല സത്യം പറഞ്ഞ. ഇനി എന്താ പറയാ, ഒന്നും പറയാനില്ല. പൊന്നമ്മ ചേച്ചിയായിട്ടും ഇതുപോലെ ഒരു ആത്മബന്ധം എറണാകുളത്ത് ഉണ്ടാകുമ്പോൾ ഉണ്ടായിരുന്നു. അമ്മയുടെ വീട്ടിൽ ഞാൻ പലപ്പോഴും പോകാറുണ്ടായിരുന്നു. ആലുവയിൽ അമ്മ കൈ നിറച്ചും സാധനങ്ങളൊക്കെ തരുമായിരുന്നു. ഉമ്മറത്തിരുന്ന് ഒരുപാട് കഥയൊക്കെ പറയുമായിരുന്നു. പക്ഷെ ചോറ്റാനിക്കരയിൽ തൊഴാൻ പോവും, എന്താ പറയാ, അമ്മ പിന്നെ വയ്യ. അപ്പോൾ അമ്മയ്ക്ക് പിന്നെ എന്താ പറയാ വയ്യല്ലോ, പ്രായമായല്ലോ. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അമ്മയ്ക്ക് വയ്യ എന്നുള്ളത്. മരണം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിലും അമ്മയുടെ ആ ഒരു വേർപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. എന്താ പറയുക, എല്ലാം ഭഗവാന്റെ നിശ്ചയം അല്ലേ. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക, ഉള്ള സമയം സന്തോഷമായിട്ടിരിക്കുക. പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോട്ടെ, എല്ലാം നല്ലതായി വരട്ടെ, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹരേ കൃഷ്ണ. ഇപ്പോൾ ഒരു 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു പോകും നേരെ തിരുപ്പതിയിൽ നിന്ന് അന്നദാനം കൊടുത്തിട്ട് ചെന്നൈ. 2 ദിവസം മുന്നേ പോകാൻ തീരുമാനിച്ചതാണ്. പിന്നെ പോകാൻ പറ്റാത്ത ദിവസങ്ങളായതുകൊണ്ടാണ് പോകാത്തത്. അപ്പം ഇപ്പം 2 ദിവസം കൂടെ കഴിഞ്ഞാൽ തിരുപ്പതിക്കിലോട്ട് പോയിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ചെന്നൈ. പിന്നെ ഇനി കിച്ചുവിൻ്റെയും രാധാറാണിയുടെ അടുത്ത്. ഇതൊക്കെ കേൾക്കാനും കാണാനും ഇങ്ങോട്ട് വരാതിരിക്കുന്നത് നല്ലത് സത്യം പറഞ്ഞു. കാണുമ്പോൾ തന്നെ എന്തോ ഒരു അത് ഭഗവാന്റെ കാര്യം പറയുമ്പോൾ ഭഗവാൻ നൽകിയ ശബ്ദം അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. സംസാരിക്കില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയ നമ്മൾക്ക് ഭഗവാൻ നൽകിയ ശബ്ദം അദ്ദേഹത്തെ വർണ്ണിക്കാൻ ഉപയോഗിക്കുന്നു. അത്രയേ ഉള്ളൂ. ഹരേ കൃഷ്ണ. എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഒരാൾക്കും ഇനി ഇങ്ങനെയുള്ള ദുർചിന്തകളൊന്നും തോന്നാതിരിക്കട്ടെ.